പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങൾ. ഇന്ന് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളിൽ അതിഥിയായി എത്തുന്നത് ചലച്ചിത്ര സീരിയൽ സംവിധായകൻ TS സുരേഷ് ബാബു. സ്റ്റുഡിയോയിൽ ഒപ്പം മനീഷ് MP. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളുടെ ഈ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഒരുപിടി ഹിറ്റ് ചിത്രങ്ങളുടെ സംവിധായകനായ ശ്രീ TS സുരേഷ് ബാബുവാണ് ഇന്നത്തെ അതിഥി. കോട്ടയം കുഞ്ഞച്ചൻ, കിഴക്കൻ പത്രോസ്, പ്രായിക്കര പാപ്പാൻ, കൂടിക്കാഴ്ച, അങ്ങനെ ഒരുപാട് ഹിറ്റുകളുടെ സംവിധായകൻ. നമുക്ക് അദ്ദേഹത്തിനോട് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. സ്വാഗതം സർ. നമസ്കാരം. ഒരു സിനിമ കുടുംബത്തിലാണ് താങ്കൾ ജനിക്കുന്നത്. സിനിമ ജനിക്കുമ്പോൾ തന്നെ ഉണ്ട്, താങ്കളുടെ തന്നെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞാൽ സിനിമയിൽ നിന്നുള്ള ചോറുണ്ടാണ് വളർന്നത് എന്ന് താങ്കൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവിടെ നിന്ന് വളരെ യാദൃശ്ചികമായി അതൊരു 16 വയസ്സുള്ളപ്പോൾ താങ്കളുടെ മുന്നിൽ ഒരു ജോലിയുടെ ഓഫർ കിട്ടുകയാണ്. സിനിമയിൽ അസിസ്റ്റന്റായി, അപ്രന്റീസ് എന്നോ അസിസ്റ്റന്റ് എന്നോ എന്ന് പറയാവുന്ന ഒരു രീതിയിൽ ജോലി ചെയ്യാൻ. അന്ന് ആ കൗമാരക്കാരൻ്റെ മനസ്സിൽ എന്തായിരുന്നു? ഒരിക്കലും സിനിമയിൽ വരുന്ന ഞാൻ പ്രതീക്ഷിച്ചതല്ല. ഒരു വെക്കേഷൻ സമയത്ത് അച്ഛൻ്റെ കൂടെ ഒരു ഷൂട്ടിംഗ് കാണാനായിട്ട് പോയി. ഷൂട്ടിംഗ് കാണുന്നതിന് ഉപരി അച്ഛൻ ഇടയ്ക്ക് ക്യാൻ കൊണ്ടുവരും, സിനിമയുടെ ഫിലിം ഇട്ട ക്യാൻ. ഭയങ്കര രസമാണത്. അത് അന്ന് പുതിയ 2 കൊണ്ടുവന്നു. അപ്പോൾ എനിക്ക് വീണ്ടും വേണം. ഞങ്ങൾ 4 പേരാണ്. ആൾക്കാർക്ക് ഒന്നാകണം, ഇനിയും വേണം 2 വീണ്ടും അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ മെരിലാൻഡ് സ്റ്റുഡിയോ പോവാം, അവിടെ ഷൂട്ടിംഗ് നടക്കുന്നു, അവിടെ നിന്ന് എടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് മെരിലാൻഡ് യഥാർത്ഥത്തിൽ പോയി. ക്യാനിന് വേണ്ടി പോയതാണ്. പിന്നെ അവിടെ ചെന്നു. അപ്പോൾ ഒരു ഷൂട്ടിംഗ് നടക്കുന്നു. നീതിപീഠം എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷൂട്ടിംഗ് ആയിരുന്നു. അന്ന് ജോഷിയേട്ടൻ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. ക്രോസ്വെൽറ്റ് മണി സാർ അദ്ദേഹമായിരുന്നു ഡയറക്ടർ. അങ്ങനെ P. സുബ്രഹ്മണ്യം അദ്ദേഹത്തിനെ പരിചയപ്പെട്ടു. അച്ഛൻ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്, മെരിലാൻഡ് സ്റ്റുഡിയോയിൽ മാനേജറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നോട് ഭയങ്കര സ്നേഹം സുബ്രഹ്മണ്യം മുരളി കാണിച്ചു. എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പ്രീ ഡിഗ്രി എക്സാമിനേഷൻ എഴുതി നിൽക്കുന്ന സമയമാണ്. റിസൾട്ട് വരണം, നന്നായിട്ട് പഠിക്കൂ, ഇവിടെ എന്തെങ്കിലും ഇങ്ങനെ സിനിമയായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ പറയൂ, നമുക്കിവിടെ ജോയിൻ ചെയ്യാം, നല്ലതായിട്ട് വരട്ടെ എന്ന് പറഞ്ഞു. ആക്ച്വലി എനിക്കൊരു ഡിഗ്രിയും കൂടെ എടുത്തിട്ട് ഒരു ഉദ്യോഗം ആയിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, ഒരു ജോലി. അപ്പോൾ പിന്നെ എല്ലാവരും പറഞ്ഞു ഇങ്ങനെ ഒരു ഓഫർ, പ്രത്യേകിച്ച് മെരിലാൻഡ് സ്റ്റുഡിയോയിൽ P. സുബ്രഹ്മണ്യം അദ്ദേഹത്തിൻ്റെ കീഴിൽ. കാരണം ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ 100 പേര് പുറത്ത് കിടക്കുകയാണ്. എന്നെ അഭിനയിക്കാനും ഡയറക്ഷനും എന്തെങ്കിലും ജോലി മതി എന്ന് പറഞ്ഞു. അവിടെ നിന്നാണെങ്കിൽ എനിക്കൊരു ഓഫർ വന്നപ്പോൾ ഞാനത് സ്വീകരിക്കുകയും അങ്ങനെ ഞാൻ അവിടുത്തെ 8ാമത്തെ അസിസ്റ്റൻ്റായിട്ട് ജോയിൻ ചെയ്യുകയും ചെയ്തു. മെരിലാൻഡ് ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ എൻ്റെ മുകളിൽ 7 പേർ. അങ്ങനെയാണ് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ജോയിൻ ചെയ്തത്. സംവിധാന സഹായിയായി ജോയിൻ ചെയ്യുന്നു. വളരെ പെട്ടെന്ന് തന്നെ താങ്കൾ സഹസംവിധായകനാവുകയാണ്. ഒരുപക്ഷെ ഒരു 5 പടത്തിനകത്ത് തന്നെ താങ്കൾ സഹസംവിധായകനായിട്ട് എത്തുന്നു. അത്രയും ഫാസ്റ്റായിട്ട് ഒരുപക്ഷെ വേറെ ആൾക്കും അങ്ങനെ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. മെരിലാൻഡ് സ്റ്റുഡിയോ സംബന്ധിച്ചോളം ഫുൾ ഹാർഡ് വർക്ക് വേണം. പിന്നെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ എല്ലാം അറിഞ്ഞിരിക്കണം. അതിനുള്ള സൗകര്യമുണ്ട്. നമ്മുടെ കോളേജ് മാതിരിയാണ്. എന്ത് വേണമെങ്കിലും പോയി കാണാം. ഇപ്പോൾ എഡിറ്റിംഗ് നോക്കാം, ലാബ് നോക്കാം, റെക്കോർഡിംഗ് നോക്കാം, ഡബ്ബിങ് നോക്കാം. വേറെ ഒരിടത്തും അത്രയും സൗകര്യങ്ങളില്ല. അവിടെ എല്ലാം ഉണ്ട്. അങ്ങനെ നമുക്കതെല്ലാം ഓൾ റൗണ്ടായിട്ട് നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റി. എന്തുമാത്രമല്ല, ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. അത് വളരെ നോട്ടബിളാണ്. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കും. അപ്പോൾ ആദ്യം 8ാമത്തെ അസിസ്റ്റൻ്റായിട്ട് ജോയിൻ ചെയ്തു. അടുത്ത പടത്തിന് എനിക്ക് 4ാമത്തെ ആകാൻ പറ്റി. അടുത്ത 3ാമത്തെ പടത്തിന് ഈ പറഞ്ഞ ഫസ്റ്റ് അസിസ്റ്റൻ്റ് ആകാൻ പറ്റി. കാരണം അവിടുത്തെ ഒന്നാമത്തെ സാലറി അന്ന് വളരെ അവിടെ കുറവായിരുന്നു. കാരണം അത് പഠിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ തന്നെ ഒരു പടം ഓഫർ ചെയ്ത് കൊടുത്ത് അവിടെ നിന്നൊരു പ്രൊമോഷനായിരുന്നു. അവിടെ നിന്നാണ് കൃഷ്ണദാർ സാറ്, ശശികുമാർ സാറ് ഒക്കെ വന്ന് വലിയ പ്രഗത്ഭർ വന്നത് അവിടെ നിന്നാണ്. അപ്പോൾ എൻ്റെ ഉദ്ദേശം അതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ അവിടത്തേക്ക് ജോയിൻ ചെയ്ത് പെട്ടെന്ന് തന്നെ എനിക്കത് അങ്ങനെ ആകാൻ സാധിച്ചത്. ഒരുപക്ഷെ മെരിലാൻഡ് സ്റ്റുഡിയോ താങ്കളുടെ ഒരു യൂണിവേഴ്സിറ്റിയായി പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാൽ തെറ്റുണ്ടോ? യൂണിവേഴ്സിറ്റി മാത്രമല്ല, P. സുബ്രഹ്മണ്യം അദ്ദേഹത്തിൻ്റെ ഗുരുവാണ്. അദ്ദേഹത്തിൻ്റെ മക്കൾ S. കുമാർ, കാർത്തികേയൻ, മുരുകൻ തുടങ്ങി അവരെ കംപ്ലീറ്റ് ആൾക്കാർ, ചന്ദ്രമുരളി തൊട്ട് എല്ലാവരും ഞാനായിട്ട് അവരൊരു കുടുംബത്തിലൊരു അംഗന്മാരിയായി. അത് ഭാവിയിൽ എനിക്ക് ഒത്തിരി ഗുണം ചെയ്തു. അപ്പോൾ ഞാനൊരു വർക്ക് ചെയ്യാനായിട്ടായാലും ശരി, അല്ലെങ്കിൽ എനിക്കൊരു പടം വേണമെന്ന് പറഞ്ഞാൽ കുമാരസ്വാമി മുരളി, അങ്ങനെയാണ് ഞാൻ വിളിക്കുന്നത്. അദ്ദേഹത്തിനോട് പറഞ്ഞാൽ അപ്പോൾ റെഡിയാണ് അദ്ദേഹം ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യാൻ. പിന്നെ ഒരു ഗ്യാപ്പ് വന്നപ്പോൾ മെരിലാൻഡിൻ്റെ ആദ്യത്തെ സീരിയൽ കടമറ്റ തീർത്തനാർ ഞാൻ ചെയ്തു. ഇപ്പോഴും സ്റ്റിൽ ഞങ്ങളൊരു ബന്ധം കീപ്പ് ചെയ്യുന്നുണ്ട്. അസോസിയേറ്റ് ആയിട്ട് വരുമ്പോഴത്തേക്ക് വളരെ പ്രഗത്ഭരായിട്ടുള്ള ശ്രീകുമാരൻ തമ്പി സാറ്, PG വിശ്വംഭരൻ അദ്ദേഹം, അങ്ങനെ വളരെ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരുടെ കൂടെയാണ് അസോസിയേറ്റ് ആയിട്ട് വരുന്നത്. അത് മെരിലാൻഡ് അല്ലാത്ത പ്രൊഡക്ഷനുകളിലും താങ്കൾ പങ്കെടുക്കുന്നു. PG വിശ്വംഭരൻ അദ്ദേഹമായിട്ട് താങ്കൾ വളരെ ദീർഘകാലം അസോസിയേറ്റ് ചെയ്യുന്നു. തമ്പി സാറിനുമായിട്ടും അതുപോലെ തന്നെ. ഇവരുടെ എല്ലാ ഒരു സ്വാധീനം പിന്നീടുള്ള സിനിമകളിൽ താങ്കൾ എങ്ങനെയാണ് ബാധിക്കുന്നത്? അതായത് ഇപ്പോൾ മെരിലാൻഡിൽ നിന്ന് നേരെ S. കുമാർ അദ്ദേഹം ഒരു കമ്പനി തുടങ്ങി, ശാസ്ത്ര പ്രൊഡക്ഷൻസ്. അവിടെ ഒരു അസോസിയേറ്റ് ഡയറക്ടർ, അവിടെ പെർമനന്റ് അസോസിയേറ്റ് ഡയറക്ടർ. ഏത് ഡയറക്ടർ വന്നാലും ഞാനായിരിക്കും എൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ. അങ്ങനെ വയ്ക്കുകയും അങ്ങനെ തമ്പി സാർ, ശ്രീമാരൻ തമ്പി സാർ ആദ്യമായിട്ട് പടം ഡയറക്റ്റ് ചെയ്യാൻ വരികയും അദ്ദേഹത്തിന് എൻ്റെ വർക്ക് ഇഷ്ടപ്പെടുകയും അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്ത പടങ്ങളിൽ നിന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ 10ഓളം പടങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ഭയങ്കര സ്ട്രിക്റ്റാണ് അദ്ദേഹം. അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ നമ്മുടെ ചെറിയ മിസ്റ്റേക്ക് കണ്ടുപിടിക്കും. അതുകൊണ്ട് നമ്മൾക്കും ഒരു വാശി, അല്ലെങ്കിൽ അത് ഓവർകം ചെയ്യണം. കാരണം അദ്ദേഹം ഒന്നും നമ്മളെ പറയരുത്. അങ്ങനെ
വന്നപ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഭയങ്കര ബെറ്റർ ആവാൻ പറ്റി. അവിടെ നിന്ന് ഇതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് വന്നപ്പോൾ ഞാൻ ഋഷേഷ് മുഖർജി, നടൻ മധുസാറ്, KS ഗോപാലകൃഷ്ണൻ, നാഗവള്ളി RS കുറുപ്പ്, അങ്ങനെ ഒത്തിരി പേരോടെ ഞാൻ വർക്ക് ചെയ്തു. പിന്നെ ഞാൻ പോയത് വിശ്വംഭരൻ PG വിശ്വംഭരൻ. അദ്ദേഹം ഞാനായിട്ട് നല്ലൊരു സഹോദര തുല്യരായിട്ടുള്ള ഒരു ബന്ധമായിരുന്നു. ഒരു 10-12 പടങ്ങൾ ഞാൻ വർക്ക് ചെയ്തു. പിന്നെ തമ്പിസാറിൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ട് ആദ്യം എനിക്ക് കിട്ടിയ ഗുണം, അവിടെ മമ്മൂക്കയുടെ ആദ്യത്തെ ഹീറോ പടം വരുന്ന അവിടെയാണ്, മുന്നേറ്റം. അവിടെ രതീഷും മമ്മൂക്കയും കൂടെയാണ് അതിനകത്ത് അഭിനയിക്കാൻ വന്നത്. അങ്ങനെ ഞങ്ങൾ തമ്മിലുള്ളൊരു ബന്ധം അവിടെ അങ്ങ് സ്ട്രോങ് ആയി. മമ്മൂട്ടിയെ കൊണ്ട് ആദ്യമായിട്ട് ഡബ് ചെയ്യിച്ചത് മുന്നേറ്റമാണ്. അതിൽ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തത് ഞാനാണ്. ഞാൻ 10 ദിവസമായിട്ട് ഇരുന്ന് ഗ്യാപ്പ് ഇട്ട് ഡബ് ചെയ്യിച്ചത്. പിന്നെ ഞങ്ങൾ തമ്മിൽ ഇവിടെ തിരുവനന്തപുരം സിറ്റി മുഴുവൻ 2 വീലറിലും കറങ്ങും ഇതായിരുന്നു. അങ്ങനെ ഒരു ബന്ധം നമുക്ക് അത് ഫ്യൂച്ചറിൽ പിന്നെ ഗുണം ചെയ്തു. ഈ മുന്നേറ്റം എന്ന സിനിമയ്ക്ക് മുന്നേ അദ്ദേഹത്തിന് മറ്റു ആൾക്കാരായിരുന്നു ശബ്ദം കൊടുത്തിരുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയായിരുന്നില്ലേ? തീർച്ചയായിട്ടും. മമ്മൂക്കയ്ക്ക് അതിന് മുമ്പേ ശ്രീനിവാസൻ ഒരു പടത്തിൽ ഡബ് ചെയ്തിട്ടുണ്ട്, പിന്നെ അന്തിക്കാട് മണി എന്ന് പറഞ്ഞ് അങ്ങനെ പലരും ഡബ് ചെയ്തിട്ടുണ്ട്. ഇതിലാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾ ആക്ച്വലി ഇതിനകത്തൊരു ഡബ്ബിങ് ആർട്ടിസ്റ്റാണ് പറഞ്ഞിരുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഒരു ആവേശം നമുക്ക് തന്നെ തോന്നി, കാരണം ഇത് നന്നായിട്ട് വരും തോന്നി. അങ്ങനെ ഡയറക്ടർ പെർമിഷനും പ്രൊഡ്യൂസറുടെ പെർമിഷനും എടുത്തിട്ട് ഞാനാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ഡബ്ബിങ് അറ്റൻഡ് ചെയ്ത്. അങ്ങനെ ചെയ്ത് ഗ്രാജുവലായിട്ട് കുറേ എടുക്കും. അങ്ങനെ ഒരു 10 ദിവസം കൊണ്ടാണ് ഞങ്ങൾ പോർഷനായിട്ട് അത് തീർത്തെടുത്തത്. ഇതൊരു ചലച്ചിത്രഗാന പരിപാടി കൂടിയാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു പാട്ട് വെക്കാമെന്ന് വെച്ചാൽ സാറിനോട് ചോദിച്ചാൽ ഏത് പാട്ടായിരിക്കും പറയാം? എൻ്റെ കുടുംബ വീട് അല്ലെങ്കിൽ എൻ്റെ ഒരു വിദ്യ ആരംഭിച്ച സ്ഥലം മെരിലാൻഡാണ്. അപ്പോൾ മെരിലാൻഡിൻ്റെ തന്നെ ഒരു പാട്ട്, അതെനിക്ക് ഹൃദയം ഒരു ക്ഷേത്രത്തിലെ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് മൗസാർ എൻ്റെ ഒരു ഗുരുതുല്യനും കൂടെയാണ്. എനിക്ക് ഹൃദയ ഒരു ക്ഷേത്രത്തിലെ ഒരു ദേവൻ വാഴും ക്ഷേത്രം ദാസേട്ടൻ പാടിയതാണ്. തമ്പിസാറിൻ്റെ രചനയാണ്, ദേവരാം മാസ്റ്റർ മ്യൂസിക്കാണ്. അതെ, ഗംഭീരമായിട്ടുള്ള പാട്ടിൽ നമുക്ക് തുടങ്ങാം. നമ്മൾ ഈ പാട്ടിന് മുന്നേ താങ്കളുടെ തുടക്കത്തെക്കുറിച്ച് സംസാരിച്ചു. അന്ന് ഈ അസോസിയേറ്റ് ആയിരിക്കുന്ന കാലത്ത് ഒരുപാട് രസകരമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് വിദ്യാമ്മ, എനിക്കൊന്നു ജീവിതം ഗാനം അതിലാണെന്ന് തോന്നുന്നു, ഒരു ചാണകത്തിൻ്റെ എന്തോ ഒരു സംഭവം വന്നിട്ട് താങ്കൾ അതിൻ്റെ അകത്ത് ഇടപെട്ട ഒരു കാര്യമൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എന്തായിരുന്നു ആ സംഭവം? തമ്പിസാർ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളും മാക്സിമം നാച്ചുറൽ ആയിട്ടുള്ള ഇത് ആഗ്രഹിക്കുന്നതുമാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു സംഭവം നമുക്കറിയാം. അപ്പോൾ അവിടെ നിന്ന് ചാണകം വാരുന്ന ഒരു സീക്വൻസ് ആണ്. ഒറിജിനൽ ചാണകം വാരണം, അതിങ്ങനെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വിദ്യാമ ഇത് ആദ്യം കണ്ടുപറഞ്ഞാൽ ഇതൊരു ഒറിജിനൽ ചാണകമാണ് എന്ന് തോന്നി. തമ്പിസാറിന് പക്ഷേ വളരെ സീരിയസ് ആയിട്ട് വാരുന്നു പറഞ്ഞു. ഇവരൊരു മടിച്ചു നിന്നു, ഇവരെ കണ്ണൊക്കെ നിറഞ്ഞു. അതിനുശേഷമാണ് നമ്മൾ ചെന്ന് ചെവി പറഞ്ഞു, വിദ്യാമ്മ ഇത് മൈലാഞ്ചി മറ്റേ അരച്ചുണ്ടാക്കിയ പച്ചല കൊണ്ട് ഉണ്ടാക്കിയ ഒരു സാധനം, ഒന്നും പേടിക്കാനില്ല എന്ന്. അതെ, അത് ഒന്നും പ്രശ്നമില്ല, ഇത് സെറ്റ് ഐറ്റമാണ് എന്ന് പറയുകയും അവർക്ക് വിശ്വാസമാകുകയും അവർ നന്നായിട്ട് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഒരു ഇൻസിഡന്റ് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. സെറ്റിൽ പല ഭയങ്കര രസമുള്ള ഒത്തിരി ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു അസോസിയേറ്റ് ആയിരിക്കുമ്പോൾ ഇതെല്ലാം മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞൊരു റോളും കൂടി താങ്കൾക്ക് വരില്ലേ പലപ്പോഴും? തീർച്ചയായിട്ടും മാനേജ് ചെയ്യാനുള്ള റോള് വരും. പക്ഷേ നമുക്ക് ലൈബിലിറ്റി അല്ലെങ്കിൽ ഈ ഹെഡ് ഏക്ക് ഇല്ല. എപ്പോഴും ഒരു ഡയറക്ടർക്കാണ് എപ്പോഴും ഹെഡ് ഏക്ക്. കാരണം ഞാൻ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നു. ഒരു ആർട്ടിസ്റ്റ് പറഞ്ഞാൽ 9 മണിക്ക് എനിക്ക് വരണം, അല്ലെങ്കിൽ കാരണം എനിക്ക് വേണ്ടിയിട്ടല്ല, ഡയറക്ടർ വേണ്ടിയിട്ടും ടോട്ടൽ യൂണിറ്റിന് വേണ്ടിയിട്ടും. അത് കഴിഞ്ഞിട്ട് ഒരു ആർട്ടിസ്റ്റിന് അഡ്ജസ്റ്റ്മെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ നോക്കും, ഡയറക്ടറോട് പറയും, കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആയിരിക്കും. ഒരു പ്രോപ്പർട്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ പ്രോപ്പർട്ടി, ഞാൻ പ്രൊഡ്യൂസറൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഈ പ്രോപ്പർട്ടി പറ്റത്തില്ല, വേറെ വേണം. അത് അസോസിയേറ്റ് ഡയറക്ടർ എന്ന സംബന്ധിച്ച് ഞാൻ സ്ട്രോങ് ആയിട്ട് പറഞ്ഞു. പക്ഷേ ഞാൻ പറയുന്നത് ശരിയാണെന്ന് ഡയറക്ടർക്ക് വിശ്വാസം ഉള്ളതുകൊണ്ട് ബാബുവിനോട് ചോദിക്കൂ എന്ന് പറഞ്ഞാൽ വിടുമായിരുന്നു. പക്ഷേ ഡയറക്ടറായ ശേഷം ഒത്തിരി കോംപ്രമൈസ് ആയിപ്പോയി. ഇപ്പോൾ പന്ന പെട്ടി കൊണ്ടുവന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക, ഇത് മതി എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ അവസ്ഥയിൽ മാറിയിട്ടുണ്ട് ചില സമയങ്ങളിൽ. ഈ പ്രോപ്പർട്ടിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, പണ്ടൊരിക്കൽ താങ്കൾ സംവിധായകനായതിനു ശേഷം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, പ്രോപ്പർട്ടിയുടെ ഒരു ലിസ്റ്റിൽ ഓരിയിടുന്ന കുറുക്കൻ, ഓരിയിടാത്ത കുറുക്കൻ എന്നൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട് താങ്കൾ അസോസിയേറ്റ്. എൻ്റെ അസിസ്റ്റൻസിനെ സംബന്ധിച്ചോളം നല്ല ഫ്രീഡം കൊടുത്തിട്ടുണ്ട്. എന്നോട് എന്തും പറയാം, എന്ത് സംസാരിക്കാം, എല്ലാ ഡിസ്കഷൻ ഇരിക്കും, എന്ത് അഭിപ്രായം പറയാം. കാരണം എനിക്ക് അങ്ങനെ ഒരു ഫ്രീഡം കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിനേക്കാൾ ബെറ്റർ ആയിട്ട് അവർക്ക് AC റൂം കൊടുത്തിട്ടുണ്ട്, മിക്കവാറും ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് ആയിരിക്കും. ഇങ്ങനെ ഒരു പ്രയോറിറ്റി ഞാൻ അവർക്ക് വെച്ചിട്ടുണ്ട്. കാരണം അങ്ങനെ ആയിരിക്കണം. ആഹാരം ഞാൻ കഴിക്കുന്നതിനേക്കാൾ നല്ല ആഹാരം, ഇങ്ങനെ ഒരു മനസ്സിൽ എൻ്റെ അന്ന് തൊട്ട് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, അത് ഞാൻ പാലിച്ചു പോയിട്ടുമുണ്ട്. അപ്പോൾ ആ സമയത്ത് പക്ഷേ ജോലിയുടെ കാര്യത്തിൽ ഞാൻ സ്ട്രിക്റ്റ് ആണ്. കാരണം അവിടെ ഒരു കോംപ്രമൈസ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം എടുക്കാൻ പറ്റുള്ളൂ. അതിനകത്തൊരു കോംപ്രമൈസ് ചെയ്തിട്ട് പിന്നെ സിനിമ എടുത്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് സ്ട്രിക്റ്റ് ആണ് ആ വർക്കിൻ്റെ കാര്യത്തിൽ. ആ സമയത്ത് എൻ്റെ ഒരു അസോസിയേറ്റ് ഡയറക്ടർ ഉണ്ട്, റാഫി എന്ന് പറയും. അത് മമ്മൂട്ടി ഫാൻസ് ആൻഡ് വെൽഫെയറിൻ്റെ സെക്രട്ടറി ഒക്കെ അന്നായിരുന്നാണ്. മമ്മൂക്കയുടെ റെക്കമെൻഡേഷനിലാണ് ഈ പയ്യൻ എൻ്റെ അടുത്ത് വന്നത്. അപ്പോൾ ഇങ്ങനെ ലിസ്റ്റൊക്കെ എഴുതി കൊടുത്ത് എല്ലാം കൊടുത്തു, പക്ക ചെക്ക് ചെയ്യും. അതിപ്പോൾ രാത്രി 12-1 മണിയായപ്പോൾ എൻ്റെ വാതിലിൽ ഇങ്ങനെ മുട്ടണു. നോക്കിയപ്പോൾ പ്രൊഡക്ഷൻ മാനേജർ സൈമൺ എന്ന് പറയും. എന്ത് സൈമാണെന്ന് ചോദിച്ചാൽ, അത് എല്ലാ സാധനവും റെഡിയായി സാർ, നാളെ ഷൂട്ടിങ്ങിന് രാവിലെ, പക്ഷേ 2 സാധനം കിട്ടുന്നില്ല. അത് വെച്ചാൽ എന്താണത് ലിസ്റ്റ്, അത് ഒരു നിവർത്തിയില്ല സാർ, ക്ഷമിക്കണം, ഞാൻ ലിസ്റ്റ് നോക്കട്ടെ. അതിനകത്തിരിക്കണം കുറുക്കൻ 4, ഓരിയിടുന്നത് 2, ഓരിയിടാത്ത 2, പിന്നെ മലമ്പാമ്പ് 2, പെരുമ്പാമ്പ് 2. അപ്പോൾ ഞാൻ പറഞ്ഞു സാരമില്ല, ഇത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞു വിട്ടു. അതിനുശേഷമാണ് പുള്ളിക്കാരന് സമാധാനമായത്. ഞാൻ ഇനിയും കോട്ടയം കുഞ്ഞച്ചനെ കുറിച്ച് ചോദിച്ചില്ല
ചോദിച്ചില്ല എന്നുണ്ടെങ്കിൽ ശ്രോതാക്കൾ ചൂടാവാൻ സാധ്യതയുണ്ട്. താങ്കൾ ഇന്നും അറിയപ്പെടുന്നത്, ഒരുപക്ഷെ എല്ലാ തലമുറകളിലും അറിയപ്പെടുന്നത് കോട്ടയം കുഞ്ഞച്ചൻ്റെ സംവിധായകൻ എന്ന പേരിലാണ്. കോട്ടയം കുഞ്ഞച്ചനെ കുറിച്ച് ഇപ്പോൾ ഓർമ്മ 35 വർഷമാകുന്നു, എന്നിട്ടും കോട്ടയം കുഞ്ഞച്ചൻ എല്ലാവരുടെയും മനസ്സിൽ നിൽക്കുന്നു. കുഞ്ചച്ചൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്നെ ടി.എസ്. സുരേഷ് ബാബു ആക്കുകയും ഞാൻ സിനിമാ ഫീൽഡിൽ കണ്ടിന്യൂ ചെയ്യാൻ ഒരു കാരണമായത് ആ പടമാണ്. ഞാൻ അതിനു മുമ്പ് ഒരു 3-4 പടം ഞാൻ എടുത്തിട്ടുണ്ട്. ഒന്നും മോശമല്ലാത്ത പടമാണ്. ആർട്ടിസ്റ്റ് കാസ്റ്റിലും മോശം അല്ലാത്ത പടമാണ്. കാരണം എൻ്റെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ നസീർ സാർ തൊട്ട് എല്ലാ ആർട്ടിസ്റ്റിനെയും വെച്ച് എനിക്ക് ഡയറക്റ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. മമ്മൂക്ക, മോഹൻലാൽ, സുരേഷ് ബാബു. സിനിമയിൽ തന്നെ മമ്മൂട്ടി, മോഹൻലാൽ, ശങ്കർ. അതെ. അതിനകത്ത് നസീർ സാർ ഒരു ഷോർട്ട് ഗസ്റ്റ്, മധു സാർ ഒരു ഷോർട്ട്, അങ്ങനെ ഷോർട്ട് ഗസ്റ്റ് അങ്ങനെ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും എനിക്കൊരു ഒരു പിക്കപ്പ് അങ്ങനെ വന്നിട്ടില്ല. കാരണം അതിനകത്ത് ഈ സ്റ്റാർ വാല്യൂ അങ്ങനെ ഒരു രീതിയിലായി എൻ്റെ ഒരു പ്രയാണം. അപ്പോൾ അടുത്തതിലേക്ക് എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിപ്പോയി അവിടെയൊക്കെ. പക്ഷേ എന്നാൽ എല്ലാം കുഴപ്പമില്ലാത്ത റൈറ്റേഴ്സ് ആയിരുന്നു, നല്ല ബാനർ ആയിരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് മമ്മൂക്കയാണ് ഒരു വിളിച്ച് പറഞ്ഞത്, ഇങ്ങനെ ഗ്യാപ്പ് ഇടണ്ട, ഒരു ചെറിയൊരു അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ഡെന്നിസ് ജോസഫിൻ്റെ അടുത്ത് കൊണ്ടുപോയി. ഡെന്നിസ് അന്ന് 10 പടമോ 12 പടമോ എഴുതാൻ കമ്മിറ്റഡ് ആണ്. എന്നിട്ട് എൻ്റെ പുറത്തുള്ളൊരു ഇഷ്ടം കൊണ്ട് അങ്ങനെ ഇരുന്ന് ഉണ്ടാക്കിയെടുത്ത പടമാണ് കോട്ടയം കുഞ്ഞച്ചൻ. ആക്ച്വലി ഞങ്ങൾ കോട്ടയം കുഞ്ഞച്ചൻ സ്ക്രിപ്റ്റിൽ ഇരിക്കുമ്പോൾ പ്രൊഡ്യൂസർ ആയിട്ടില്ല. ഞങ്ങൾ ഇരുന്നതിന് ശേഷം സെറ്റായ ശേഷമാണ് മണിസാറിനെ കാണുകയും മണിസാർ അപ്പം തന്നെ കയ്യേറുകയും ചെയ്തു. കാരണം മമ്മൂക്ക പൂർണ്ണ സപ്പോർട്ട്, ഡെന്നിസ് ജോസഫ് സപ്പോർട്ട്, അങ്ങനെയായിരുന്നു. അന്ന് 3-4 പ്രൊഡ്യൂസറെ കോൺടാക്ട് ചെയ്തിട്ട് അവരൊക്കെ ജീവനും കൊണ്ട് ഓടി. പക്ഷെ മണിസാറ് കൈതരികയും അത് അദ്ദേഹത്തിനും ഗുണമായി. വളരെ കോസ്റ്റ് കുറഞ്ഞ പടം, ഭയങ്കര ഹിറ്റായ പടം, അദ്ദേഹത്തിനും ഗുണമായി. എൻ്റെ ലൈഫിൽ ഒരു മൈൽ സ്റ്റോൺ ആയിട്ട് മാറി. ഈ കോട്ടയം സിനിമയാണെങ്കിൽ അത് ഷൂട്ട് ചെയ്തത് തിരുവനന്തപുരത്ത് അമ്പൂരിയിലാണ്. അത് പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ടുള്ളൊരു തീരുമാനമായിരുന്നോ? അല്ല, അത് ഈ കോട്ടയത്ത് നിന്ന് ഇദ്ദേഹം എൻ്റെ പേരേ ഉള്ളൂ കോട്ടയം വെച്ചാൽ, ഇദ്ദേഹം വേറൊരു സ്ഥലത്തേക്കാണ് വരുന്നത്. ഒരു ഇമാജിനറി സ്ഥലത്താണ്, ഒരു സമിതി പറഞ്ഞത്. അത് ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ഈ അമ്പൂരി എന്നുള്ള സ്ഥലത്ത് ക്രിസ്ത്യൻ പശ്ചാത്തലം ആണെന്ന് പറഞ്ഞു. എൻ്റെ അച്ഛനാണ് പറഞ്ഞത് ഒരു സ്ഥലമുണ്ട്, അച്ഛൻ തിയേറ്ററും കൂടെ നടത്തുന്നതുകൊണ്ട് അച്ഛന് കംപ്ലീറ്റ് ഓൾ കേരളയുടെ മുക്കും മൂലം അറിയാം. അപ്പോൾ അങ്ങനെ ഞാൻ ആ ലൊക്കേഷനിൽ പോയി നോക്കുകയും പക്ക നമ്മുടെ സ്ക്രിപ്റ്റിൽ എഴുതിയിരുന്ന പോലെയാണ് ഉണ്ട്. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ അങ്ങനെ വന്നത്. അതുപോലെ സ്ലാങ് പിടിക്കുന്ന ഒരു രീതി, അതിന് മുന്നേ ഒരു പക്ഷേ മലയാള സിനിമയിൽ അങ്ങനെ ഒരു ടിപ്പിക്കൽ സ്ലാങ്, കോട്ടയം സ്ലാങ് അങ്ങനെയൊന്നും പിടിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ സ്ലാങ് പിടിക്കണമെന്നൊരു തീരുമാനമൊക്കെ എങ്ങനെയായിരുന്നു? അത് മുട്ടത്ത് വർഗീസ് സാറിൻ്റെ വേലി എന്ന് പറഞ്ഞ നോവലാണത്. അതിൽ തന്നെ ഏതാണ്ട് പറഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ ഡെന്നീസിന് ഇതിനെ പറ്റി അത്യാവശ്യം നല്ല നോളജ് ഉണ്ട്, കോട്ടയത്തുകാരനാണ്. പിന്നെ ക്രിസ്ത്യാനിറ്റിയെ പറ്റി പഠിക്കാൻ അദ്ദേഹത്തിനൂടെ കുറേ നാൾ ഞാൻ ഇരുന്നു. പള്ളിയും കാര്യങ്ങളും അതിൻ്റെ കുരിശ് വരയ്ക്കുന്നതും മറ്റു കാര്യങ്ങളൊക്കെ അങ്ങനെ അദ്ദേഹത്തിനൂടെ ഇരുന്നു. പിന്നെ മമ്മൂക്കയ്ക്ക് നല്ല വൃത്തിയായിട്ട് കോട്ടയം സ്ലാങ് അറിയാം. പിന്നെ ഇവിടെ ജൂബിലി ജോയ് അദ്ദേഹത്തിൻ്റെ അനിയനുണ്ട്, ജിമ്മി എന്ന് പറഞ്ഞത്. അദ്ദേഹം ടിപ്പിക്കൽ ഈ ഭാഷയാണ് സംസാരിക്കുന്നത്, കോട്ടയം. അപ്പം അദ്ദേഹത്തിനെ കൂടെ ഇരുത്തി ഞങ്ങൾ സംസാരിക്കുകയും ഡെന്നീസ് ഫുൾ പടത്തിൻ്റെ ഡയലോഗ്സ് എനിക്ക് റെക്കോർഡ് ചെയ്ത് തരികയും ചെയ്തു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ രാത്രി നെക്സ്റ്റ് ഡേ എടുക്കുന്ന സീനിന് ഞാൻ ഇതൊന്നും ഇട്ട് കേട്ടിട്ടാണ് ഞാൻ പോകുന്നത്. അല്ലാതെ മമ്മൂക്കയ്ക്ക് ഈ സ്ലാങ് അറിയാം. പലപ്പോഴും അദ്ദേഹം പലർക്കും ഡയലോഗ്സൊക്കെ സ്ക്രിപ്റ്റ് കൊണ്ട് അദ്ദേഹം തന്നെയാണ് വായിക്കാനും ഒക്കെ ഇരിക്കുന്നത്, ലൊക്കേഷൻ ഇങ്ങനെ വായിച്ചു കൊടുക്കാനൊക്കെ ഇരിക്കുന്നത്. അതുകൊണ്ട് അതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. നല്ല പാട്ടുകളുള്ളൊരു സിനിമ കൂടിയായിരുന്നല്ലോ. അതിൻ്റെ പാട്ടിൻ്റെ റെക്കോർഡിങ്ങുകളെ കുറിച്ച് എന്തെങ്കിലും ഓർമ്മകൾ സർ? റെക്കോർഡിംഗ് എന്ന് വെച്ചാൽ അന്ന് ആക്ച്വലി എൻ്റെ പടങ്ങളുടെ പാട്ടൊക്കെ നേരത്തെ റെക്കോർഡ് ചെയ്യും. ഇത് കുഞ്ഞച്ചൻ്റെ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു. ഷംസാറും ചില 2 കാര്യമുണ്ട്. എൻ്റെ ആദ്യ പടം തൊട്ട് ഷംസാറാണ്, അരോമയുടെ പെർമനന്റും ഷംസാറാണ്. ചുനക്കര ചേട്ടന് എൻ്റെ സ്ഥിരം പാട്ടാണ് എഴുതുന്നതാണ്. പക്ഷെ അദ്ദേഹം അരോമയുടെ പെർമനന്റ് ആണ്. അപ്പോൾ എല്ലാം കൂടെ ആയപ്പോൾ അവർ തന്നെയായിരുന്നു അതിൻ്റെ ടീം. എന്ന് പറഞ്ഞാൽ ചുനക്കര ചേട്ടൻ എന്നെ അന്ന് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, എൻ്റെ സ്ക്രിപ്റ്റ് സൈഡായാലും വായിക്കാനും. കാരണം പുള്ളിയുടെ ഒരു അനിയനെ പോലെ അത്രയും സ്നേഹമായിരുന്നു എന്നോട്. അപ്പോൾ ഇവർ തമ്മിലാണ് പാട്ടിൻ്റെ കോമ്പിനേഷൻ വെച്ചിരുന്നത്. അപ്പോൾ റെക്കോർഡ് ചെയ്യാം, കമ്പോസിങ്ങിന് ഇരിക്കാം എന്ന് പറഞ്ഞ് ശ്യാം സാറിന് പെട്ടെന്ന് തീരെ സുഖമില്ലാത്തൊരവസ്ഥ വന്നു. അങ്ങനെ വന്നപ്പോൾ ഇത് നീണ്ടു പോയി. കാരണം അവരെ മാറ്റി ഒരു പ്രോജക്റ്റ് എനിക്കും ചിന്തിക്കാൻ പറ്റില്ല, അരോമയ്ക്കും ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ കുഴപ്പമില്ല, ഞാൻ മണിസാറിനെ പറഞ്ഞു ഇതിനകത്ത് ഒരു സോങ്ങേ ഉള്ളൂ കറക്റ്റായിട്ട് ലിപ്പ് മൂവ്മെൻറ്റിൽ വരുന്നത്, മറ്റത് മുഴുവൻ നമുക്ക് മോണ്ടാക്ട് പോലെ എടുക്കാവുന്നതാണ്. മറ്റേ പാട്ട് ഊട്ടിയിലാണ് പ്ലാൻ ചെയ്യുന്നത്, ഈ നീലരാവിൽ എന്ന് പറഞ്ഞ പാട്ട്. അപ്പോൾ അത് പിന്നെ ചെയ്താൽ മതി, ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് ചെയ്താൽ മതി. അങ്ങനെ പ്ലാൻ ചെയ്യും. പക്ഷേ കറക്റ്റ് ഇവിടെ ഷൂട്ടിങ്ങിൻ്റെ അന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞു ഞങ്ങൾ നാളെ മുതൽ ഇരിക്കാമെന്ന് പറഞ്ഞു. ഇത് മാറ്റി കഴിഞ്ഞാൽ ശ്യാംസാറിന് വളരെ തിരക്കുള്ള ആണ്, ചുനക്കരച്ചേട്ടനും തിരക്കായിരുന്നു. കുഴപ്പമില്ല, തിരുവനന്തപുരത്ത് വരാൻ പറഞ്ഞ് വന്നു, തരങ്ങണിയിൽ ഇരിക്കാം. പക്ഷേ ഇവിടെ ഷൂട്ടിംഗ് തുടങ്ങി. ഷൂട്ടിംഗ് എന്ന് വെച്ചാൽ ഓരോ സീനിനും കണ്ടമാന ആൾക്കാരും ബഹളമാണ്. അപ്പോൾ എനിക്ക് കമ്പോസിങ് എന്നിരിക്കാനും പറ്റുന്നില്ല. കാരണം അവർക്ക് ഇതിൻ്റെ ഒരു ഫൈനൽ ഓക്കെ എന്ന് പറയാതെ ശ്യാംസാറിനും ചുനക്കരച്ചേട്ടനും മണിസാറിനും ഇത് കോൺഫിഡൻ്റ് ആവില്ല. ഡയറക്ടർ വന്നിട്ട് ഓക്കെ പറയണം. അത് മിക്ക പ്രൊഡ്യൂസേഴ്സിനും മ്യൂസിക് ഡയറക്ടേഴ്സിനൊക്കെ ഉള്ള ഒരു കാര്യമാണ്. അപ്പോൾ എനിക്കാണ് ഇവിടുന്ന് പോകാനും പറ്റുന്നില്ല. കാരണം ഇവിടെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എല്ലാ സീനും എടുത്ത് ഹെവിയാണ്. ഞാൻ കൺഫ്യൂഷൻ ചെയ്തപ്പോൾ മമ്മൂക്ക എന്നോട് എന്ത് പറ്റിയെന്ന് ഞാൻ പറഞ്ഞു, മമ്മൂക്ക ഇതോടെ എനിക്ക് കമ്പോസിങ് അവിടെ തുടങ്ങി, നാളെയും മറ്റേതും കമ്പോസിങ് ആണ്, അത് കഴിഞ്ഞ് പിറ്റേ ദിവസം റെക്കോർഡിംഗ് ആണ്. എൻ്റെ ചോദിച്ചു നാളെയും മറ്റേത് എനിക്ക് ഷൂട്ടിംഗ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നാളെ ഇല്ല, മറ്റന്നേ
ഉണ്ട്, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ കമ്പോസിങ്ങിന് ഞാൻ പോവാം, എന്നിട്ട് ഞാൻ അവിടെ ചെന്നിരുന്ന് കാരണമൊക്കെ ഇരുന്ന് ബാബുവിന് ടേപ്പ് ചെയ്ത് കൊണ്ടുവരാം, എന്നിട്ട് കേട്ടിട്ട് ഓക്കെ പറഞ്ഞാൽ നമുക്ക് റെക്കോർഡിങ് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പിറ്റേ ദിവസം കമ്പോസിങ്ങിന് പോയി, അവിടെ 2 പാട്ട് റെക്കോർഡ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ കാറിൽ തന്നെയാണ് ഇട്ട് കേൾപ്പിച്ച്. അതിൽ ഒരെണ്ണം ഓക്കെ പറഞ്ഞു, നെക്സ്റ്റ് ഡേ അത് മാറ്റിക്കൊണ്ട് ചെയ്തു വന്നു. അങ്ങനെ 3 പാട്ടുമായി. നെക്സ്റ്റ് ഡേ റെക്കോർഡിങ്ങിന് പോയത് മമ്മൂക്കയാണ്. 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് അദ്ദേഹം റെക്കോർഡിങ്ങിന് പോയി. ആ പാട്ട് 3 ഹിറ്റായിരുന്നു. വലിയ വിലയ്ക്കാണ് അത് അന്ന് കാസറ്റുകാർ എടുത്തത്. അതിലൊരു ഗാനമേള പാട്ടായിട്ടുള്ള ഒരു പാട്ട്, ഇന്നും ഗാനമേള വളരെ ഹിറ്റായിട്ടുള്ള ഒരു പാട്ടാണ് ഹൃദയവനിയിലെ ഗായികയോ എന്നുള്ള പാട്ട്. അതിൽ അഭിനയിച്ചിരിക്കുന്ന ആൾ ഇത് ആരാണെന്ന് പലപ്പോഴും സംശയം തോന്നാറുണ്ട്. അദ്ദേഹത്തിന് പിന്നെ വേറൊരു സിനിമയിൽ കണ്ടിട്ടുമില്ല പാടി അഭിനയിച്ചിരിക്കുന്നത്. ആക്ച്വലി അത് ചെയ്യേണ്ടത് മനോജ് കെ ജയനാണ് ആദ്യം പ്ലാൻ ചെയ്തത്. പിന്നെ സിദ്ദിഖ് പാട്ട് മാത്രം, പിന്നെ സായി കുമാറിനെ ആദ്യം ഇങ്ങനെ പറഞ്ഞിരുന്നു ആ പാട്ട്. പക്ഷെ സായി കുമാർ ആ സമയത്ത് പെട്ടെന്ന് കയറി പടം ക്ലിക്കായി അങ്ങ് ടോപ്പായി. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു കൺഫ്യൂഷനായി. എനിക്ക് പിറ്റേ ദിവസം കൊണ്ട് ഈ പടം തീർക്കണം. അങ്ങനെ നിൽക്കുമ്പോഴാണ് മണിസാറിൻ്റെ മകനുണ്ട് കുമാർ, പുള്ളിക്കാരൻ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ തല കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അരോമ മോഹൻ പുള്ളിയുടെ അനന്തരവനും കൂടെയാണ്, പുള്ളിയാണ് എൻ്റെ കൺട്രോളറും. അതേ പറഞ്ഞ് ഇങ്ങനെ കുമാറിന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുമാർ ചെയ്തോട്ടെ എന്ന്. അങ്ങനെയാണ് മണിസാറിൻ്റെ മകൻ കുമാർ ആ പാട്ട് ചെയ്യുകയും ബാക്കിയുള്ള പോർഷൻസ് കുറേയൊക്കെ നേരത്തെ എടുത്തു വെച്ചിരുന്നു. മമ്മൂക്കയുടെ ഷോർട്ട് ക്രൗഡും കാര്യങ്ങളൊക്കെ കുറേ മമ്മൂക്കായിട്ടുള്ള കോമ്പിനേഷൻസ് ഒക്കെ എടുത്ത് വെച്ചിരുന്നു. അങ്ങനെയാണ് ആ പാട്ടിലേക്ക് പോകും. പക്ഷേ നമ്മൾ പോലും വിചാരിച്ചില്ല ആ പാട്ട് അത്രയും ക്ലിക്ക് ആവുന്നത്. കാരണം ആ പാട്ടിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു ക്രൗഡുണ്ട്, ഒരു പ്രണയം സൈഡിൽ കൂടി നടക്കുന്നുണ്ട്, പിന്നെ മമ്മൂട്ടിയുടെ ഒരു പ്രസൻസ് അവിടെയുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉള്ള ഒരു പാട്ടും കൂടിയുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് അടുത്തൊരു പാട്ട് വെച്ചാലോ സാർ? കോട്ടയം കുഞ്ഞച്ചിൽ. തീർച്ചയായും എനിക്ക് കോട്ടയം കുഞ്ഞച്ചിൽ ഈ നീലരാവിൽ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റാത്തൊരു സോങ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. ഈ നീലരാവിലായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് എന്തായാലും കേൾക്കാം ഈ നീലരാവിൽ എന്നുള്ള പാട്ട് കോട്ടയം കുഞ്ഞച്ചൻ എന്ന സിനിമയിൽ. ഈ പാട്ടിന് മുമ്പ് നമ്മൾ കോട്ടയം കുഞ്ഞച്ചനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. മമ്മൂട്ടിയുമായിട്ടുള്ളൊരു അസോസിയേഷൻ താങ്കളുടെ ഫിലിം കരിയറിൽ ത്രൂ ഔട്ട് ഉണ്ട്. കിഴക്കൻ പത്രോസ് ഒക്കെ ആയിട്ട് വരുന്നു. ഇപ്പോൾ ഏറ്റവും അവസാനം 24 DNA ചെയ്യുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഫാമിലിയിൽ നിന്നുള്ള ഒരാളാണ് അതിൽ നായകനാവുന്നത്. മമ്മൂട്ടിയായിട്ടുള്ളൊരു അസോസിയേഷനെ കുറിച്ചൊന്ന് പറയാമോ സാർ? മമ്മൂക്കയൊക്കെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പുറത്ത് ഭയങ്കര സ്വാതന്ത്ര്യമുള്ള ഒരാളാണ് ഞാൻ. കാരണം ഞങ്ങളെ ഈ മുന്നേറ്റത്തിൽ തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ വിശ്വംഭരൻ ചേട്ടൻ്റെ പടത്തിന് ഞാൻ സന്ധിക്ക് വിരിഞ്ഞ് പോകും എന്നൊരു പടം ആണ് 2ാമത് അസോസിയേറ്റ് ഡയറക്ടറായിട്ട് ഞാൻ പോയി. അതിലെ ഹീറോ മമ്മൂക്കയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് അറിയേണ്ട ഞാൻ അസോസിയേറ്റ് എന്നുള്ളത്. അവിടെ വന്നിട്ട് വീണ്ടും അധികം സ്നേഹം പുതുക്കാനായിട്ട് നിൽക്കുകയും അവിടെ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട്, കാരണം വിശ്വംഭരൻ ചേട്ടൻ്റെ അന്നത്തെ മെയിൻ ഹീറോ എന്ന് പറയുന്നത് മമ്മൂക്കയും അത് കഴിഞ്ഞ് ലാലുവായിരുന്നു. സന്ധിക്കുരിഞ്ഞു, പിന്നില, ഒന്നാണ് നമ്മൾ, കണ്ടിന്യൂസ് ആയിട്ട് അതിലൊക്കെ ഞാൻ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. അങ്ങനെ വീണ്ടും ആ ബന്ധം ഒന്ന് സ്ട്രോങ് ആയി. അത് കഴിഞ്ഞ് ഫസ്റ്റ് പടം എനിക്ക് വന്നു. ആദ്യം വന്ന പടം എൻ്റെ ഡയറക്ടർ ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനിയുടെ തന്നെയാണ്. അത് ഞാൻ പൂർണ്ണ സന്തോഷത്തോടെ ഞാൻ നിരസിച്ചു. കാരണം അത് നമ്മൾ ചെയ്യാൻ പാടില്ല എന്ന് വിചാരിച്ചു. എൻ്റെ ഡയറക്ടർ ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനിയാണ്. പിന്നെ ഒന്ന് വന്നതും അദ്ദേഹം ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനിയാണ്. അതുകൊണ്ട് 2 ഞാൻ നിരസിച്ചു. അതിനുശേഷമാണ് റോയൽ അച്ചോൻ സാർ എനിക്കൊരു പടത്തിൻ്റെ ഓഫർ വന്നത്. ഞാൻ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തത് മമ്മൂക്കയായിട്ടാണ്. മമ്മൂക്ക ഇപ്പോൾ ചെയ്യണോ അതോ ഒരു 2 വർഷം കഴിഞ്ഞ് ചെയ്യണമെന്ന്. മമ്മൂക്ക പറഞ്ഞ് ധൈര്യമായിട്ട് ചെയ്യും. കാരണം ആ സമയത്തൊക്കെ ഞാനൊരു യൂണിറ്റും കൂടെ വർക്ക് ചെയ്യുമായിരുന്നു. വിശ്വംഭരൻ ചേട്ടൻ്റെ ഒരു യൂണിറ്റ് അപ്പുറത്ത്, എൻ്റെ ഒരു യൂണിറ്റ് ഞാൻ ഇപ്പുറത്ത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഷൂട്ട് ചെയ്യും. അപ്പോൾ ഇവർക്ക് കോൺഫിഡൻ്റ് ആണ്. മമ്മൂക്കയ്ക്കും മോഹൻലാലിനും മധുസാറിനും വിദ്യാമ്മയ്ക്കും ഒക്കെ കോൺഫിഡൻ്റ് ആണ് ഞാൻ ചെയ്യും എന്നുള്ളത്. മമ്മൂക്ക പറഞ്ഞു ഒന്നും നോക്കണ്ട, ചെയ്തോ, വേണമെങ്കിൽ നസീർ സാറിനെ ഹീറോ ആക്കിക്കോ, ഞങ്ങളൊക്കെ പുറകിലുണ്ടെന്ന്. ഞാൻ പറഞ്ഞു വേണ്ട, നസീർ സാറിനെ പറ്റിയൊരു സംഭവമല്ല, മമ്മൂക്ക ചെയ്യേ, ലാല് ചെയ്യട്ടെ. ഈ പറഞ്ഞ പോലെ ശങ്കറിനെ വെച്ചിട്ടുള്ളൊരു ക്യാരക്ടറാണ്, ഒരു പടമാണ് എൻ്റെ കയ്യിലുണ്ട്. ആക്ച്വലി ഞാൻ വെച്ചിരുന്നത് അതുമല്ല, ഞാൻ വേറൊരു സബ്ജക്റ്റാണ് ഞാൻ വെച്ചിരുന്നത്. അതിൽ മമ്മൂക്ക ആണ് ഹീറോ, അതിൽ മോഹൻലാൽ ഈക്വൽ ഹീറോ, അതിൽ മൗസാർ, നസീർ സാറ്. ഇതായിരുന്നു എൻ്റെ ഫസ്റ്റ് പ്രോജക്റ്റ് പ്ലാൻ ചെയ്യുന്നത്. ആ സമയത്ത് എന്ത് പറ്റി, ഞാൻ ലാസ്റ്റ് ഒരു പടം വിശ്വംഭരൻ ചേട്ടനോട് വർക്ക് ചെയ്തിരിക്കുകയാണ്. ഇതാണ് ലാസ്റ്റ് പടം എന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു. കാരണം ഇതും കൂടെ ഉള്ളൂ, അടുത്ത ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പോവുകയാണ്, എൻ്റെ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്തിരിക്കണം. അതൊക്കെ ഭയങ്കര സങ്കടമാണ്. പുള്ളി പറഞ്ഞു എപ്പോൾ വേണമെങ്കിൽ ഇങ്ങോട്ട് വരണം, ഫ്രീ ആകുമ്പോൾ വർക്ക് ചെയ്യണം, ആ ഒരു ഫീലുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഇദ്ദേഹം കൊണ്ട് എൻ്റെ ഒരു സ്ക്രിപ്റ്റ് കൊണ്ട് തന്നു, ഇത് വായിക്കണം, എങ്ങനെയുണ്ട് നോക്കാൻ. അടുത്ത ഷൂട്ടിംഗ് ആണ്, അടുത്ത ആഴ്ച ഷൂട്ടാണ്. അപ്പോൾ ഞാനിത് വായിച്ചപ്പോൾ സംഭവം പോരാ എന്ന് മാത്രമല്ല, ഇത് വേറൊരു പടമായിട്ട് നല്ല സാദൃശ്യമുണ്ട്. മമ്മൂക്കയുടെ ഡേറ്റ് പക്ക, ഈ പറഞ്ഞ പോലെ മൗസാറിൻ്റെ ഡേറ്റ് പക്ക, തിലകൻ്റെ ഇങ്ങനെ ഒരു വലിയ സ്റ്റാർ കാസ്റ്റുള്ളൊരു പടത്തിന് വേണ്ടിയിട്ടാണ് ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആ പടം കൺഫ്യൂഷൻ ആയിപ്പോയി. കാരണം എൻ്റെ വാക്ക് അവർ വിശ്വംഭരൻ ചേട്ടൻ അത്ര ഇതായിട്ട് എടുക്കും. ഞാൻ പറഞ്ഞു വിശ്വംഭരൻ ചേട്ടൻ ഇത് ചെയ്ത അപകടമാണ് എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം വേറെ സബ്ജക്റ്റ് നോക്കുന്നു, വേറെ കുറേ സബ്ജക്റ്റ് നോക്കുന്നു, ഇതൊന്നും ശരിയാവണില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടി എടുത്തു വെച്ചൊരു സബ്ജക്റ്റ് ഉണ്ട്, കാനം ഈജയുടെയാണ്. അത് ഫുൾ നോവൽ എൻ്റെ വീട്ടിൽ ഇരിപ്പുണ്ട്. അതാണ് ഞാൻ അടുത്ത് വർക്ക് ചെയ്യാനിരിക്കുന്നത്. ചേട്ടന് ഒരു നിവർത്തിയില്ലേ അത് എടുത്തോളൂ. വേറൊരു സബ്ജക്റ്റ് ഞാൻ പുതുതായിട്ട് ഞാൻ കണ്ടുപിടിക്കാം. അല്ല ഇപ്പോൾ ആക്ച്വൽ ഒന്നും എൻ്റെ കയ്യിൽ ഇല്ല, എന്നാലും ഞാൻ ബ്ലൈൻഡായിട്ട് പറഞ്ഞു ഞാൻ നോക്കിയെടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് വിളിച്ചു പറയും, അന്ന് മോഹൻലാൽ ട്രിവാൻഡ്രം ടു ചെന്നൈ വരുന്നുണ്ട്. ആ വിളിച്ചു പറയുമ്പോൾ ലാൽ എൻ്റെ വീട്ടിൽ വന്നാണ് ഈ സാധനം വീട്ടിൽ കെട്ടി വെച്ചിരുന്നത്. അവിടെ നിന്ന് എടുത്ത് അദ്ദേഹമാണ് നേരെ ചെന്നൈയിലേക്ക് കൊണ്ട് വന്നത്. ആ പടമാണ് തിരക്കിൽ അല്പസമയം. ആക്ച്വലി അതായിരുന്നു എൻ്റെ
ആദ്യമായിട്ട് വെച്ചിരുന്ന പടം. പക്ഷേ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റേ ഇതല്ലായിരുന്നു. അദ്ദേഹം അവിടെ വന്നു, അത് ഷെരീഫ് ഖാൻ വന്നു, ഷെരീഫ് ഖാൻ അത് സ്ക്രിപ്റ്റ് എഴുതി തുടങ്ങി. പിന്നെ ഡയറക്ടറേതായ ഒരു ഇതുണ്ടല്ലോ, എൻ്റെ എൻ്റെ കോൺസെപ്റ്റ് അത് വേറെ ആയിരുന്നു. പക്ഷേ അത് പടം സക്സസ് ആയി. ആക്ച്വലി അങ്ങനെയാണ് എൻ്റെ ആദ്യത്തെ പടം എന്നുള്ളത് മാറിയത്. പക്ഷേ ഇതാ ഇതുപോലെ ഒരു കോമഡി സാധനം. അന്ന് 2 പ്രോജക്റ്റ് ഇങ്ങനെ പ്ലാൻ ചെയ്തിരുന്നു. അപ്പോൾ പ്രിയൻ്റെ ഒരു കോമഡി പടമൊക്കെ പൂച്ചയ്ക്ക് ഒരു മൂക്കുത്തിയൊക്കെ നന്നായിട്ട് പറഞ്ഞു. ശരി ഇരിക്കട്ടെ കോമഡി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ ലൈനിലേക്ക് ഒന്ന് മാറിയത്. താങ്കൾ കൂടുതലും വളരെ പ്രൗഡായിട്ട് ഞാൻ അടിപ്പടങ്ങളുടെ സംവിധായകനാണ്, അല്ലെങ്കിൽ കമേഴ്ഷ്യൽ ഹിറ്റ് മേക്കറാണ് എന്ന് വളരെ പ്രൗഡായിട്ട് പറയുന്നത് കേട്ടിട്ടുണ്ട്. താങ്കളും അത്തരം പടങ്ങളുടെ ആരാധകനായിരുന്നോ? ഞാൻ അടിപ്പടങ്ങൾ ചില എനിക്ക് കൊമേഴ്ഷ്യൽ പടങ്ങളാണ് ഇഷ്ടം. പിന്നെ മറ്റേ പടം ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ ഒരു പ്രൊഡ്യൂസറുടെ മുഖം തോന്നും. കാരണം ഒരു സേഫ് അല്ല എന്ന് എനിക്ക് തോന്നും. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്, നല്ല പടങ്ങൾ ചെയ്ത് ഓടുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഈ പറഞ്ഞിട്ട് എനിക്കൊരു സേഫ് അല്ല എന്ന് തോന്നി. മറ്റാണെങ്കിൽ നമുക്കൊരു കൊമേഴ്ഷ്യലി ഒരു 40 മാർക്ക് കൊണ്ട് ചാടിക്കുക എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. കാരണം ഞാൻ ഇഷ്ടപ്പെടുന്നതും ഞാൻ കാണുന്നതെല്ലാം പക്കാ കൊമേഴ്ഷ്യൽ പടങ്ങളാണ്. മറ്റൊന്നും കാണും, എല്ലാം കാണും. അങ്ങനെ വന്നതുകൊണ്ടാണ് ഞാൻ ഈ കൊമേഴ്ഷ്യൽ പടം എന്നുള്ള രീതിയിൽ വന്നത്. കുറച്ചൊരു ഹ്യൂമർ, ഫാമിലി, ആക്ഷൻ, കുറച്ച് പാട്ടൊക്കെ വെച്ചിട്ടൊരു പടം. അതുകൊണ്ട് എനിക്ക് വലിയ ഭയങ്കര ഡയറക്ടർ എന്നുള്ള പേര് എനിക്ക് വരത്തില്ല. പക്ഷേ ഒരു സക്സസ്ഫുൾ എന്നുള്ള ഡയറക്ടർ എന്നുള്ള പേര് വരും. പക്ഷേ അടുത്ത സിനിമയുടെ പേര് പറയുമ്പോഴത്തേക്ക് താങ്കൾ തന്നെ ഇത് പിൻവലിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് പ്രായികര പാപ്പനാണ്. പ്രായികര പാപ്പൻ അന്ന് അത്രയും ആനകളൊക്കെ വെച്ച് അങ്ങനെ ഒരു സബ്ജക്റ്റ് അതങ്ങനെ താങ്കൾ ആലോചിച്ചു? അത് വളരെ യാദൃശ്യമായിട്ട് വന്നതാണ്. ഞാൻ കോട്ടയം ദിവസം കഴിഞ്ഞ് കുറേ പടങ്ങൾ ചെയ്തു. കുടിക്കാഴ്ച, മന്യന്മാർ, കുറേ പടങ്ങൾ ഇതെല്ലാം നന്നായിട്ട് വന്നു. ആ സമയത്ത് ഒരു ഡിസ്കഷൻ ഇരിക്കുമ്പോൾ നമ്മുടെ ഷാജി പാണ്ഡവത്ത് എന്നിട്ട് ഞാൻ വർഷങ്ങളായിട്ട് മുമ്പേ പരിചയമുണ്ട്. അദ്ദേഹം പറഞ്ഞു എൻ്റെ ഒരു ത്രെഡ് ഉണ്ട്, ഞാനൊരു ഡയറക്ടറെ കാണാൻ പോവുകയാണ്, അപ്പോൾ ഒന്ന് കേട്ട് നോക്കണം. അപ്പോൾ ഞാൻ ഒരു ഡയറക്ടർക്ക് വേണ്ടി വച്ചിരിക്കുന്നതല്ലേ. അപ്പോൾ ഷാജി പാണ്ഡവത്തൊക്കെ കുറച്ച് ക്ലാസ് ടൈപ്പിൻ്റെ ആൾക്കാരാണ്. ഞാൻ പറഞ്ഞു ഞാൻ ഷാജി ഇത് ഞാൻ കേട്ടിട്ടെന്ത് കാര്യം, ഇല്ല എനിക്കൊരു കോൺഫിഡൻ്റ് ആവും എന്ന് പറഞ്ഞു. ഷാജിയുടെ അപ്പുറത്തെ മുറി, എൻ്റെ ഇപ്പുറത്തെ മുറി, അതിൻ്റെ റൈറ്റേഴ്സിനെ വേറെ മുറിക്കകത്ത് ഇരുത്തിയിട്ട്, കാരണം വേറൊരാളുടെ കഥ വേറെ ആൾ കേൾക്കാൻ പാടില്ല. ഞാൻ ഈ കഥ മുഴുവൻ കേട്ടു. അപ്പോൾ ഭയങ്കര ഒരു ക്ലാസ് ടൈപ്പ് ഒരു സാധനം. അപ്പോൾ മാരിക്കുഴിന്നോ എന്ന് അങ്ങനെ എന്തൊരു പേരാണ് ഇട്ടിരുന്നത്. അപ്പോൾ ഞാൻ ഷാജിയിലൊക്കെ പറഞ്ഞു, ഷാജി മറ്റേ ഡയറക്ടർ അത് ഞാൻ പോയി കേൾപ്പിക്കാം. ഞാൻ ആ ഡയറക്ടർ നോ എന്ന് പറയുകയാണെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട, നേരെ എൻ്റെ അടുത്തേക്ക് വരിക. പക്ഷേ ഞാൻ ഇത് ഭയങ്കര കൊമേഴ്ഷ്യൽ ആക്കും, പിന്നെ എൻ്റെ സബ്ജക്റ്റ് നശിപ്പിച്ചു എന്നൊന്നും പറയരുത്. ഞാനത് ഇടികേറ്റും വെട്ട് കുത്ത് സകല ഐറ്റം ഞാൻ കയറ്റും. പക്ഷേ ഈ പറഞ്ഞിട്ട് ഈ സബ്ജക്റ്റ് ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു. അത് ഓക്കെ എന്ന് പറഞ്ഞിട്ട് നേരെ ആ ഡയറക്ടറെ പോയി കാണുകയും 3 ദിവസം കഴിഞ്ഞപ്പോൾ ഷാജി എന്നെ വിളിക്കണം, ഞാൻ ട്രിവാൻഡ്രത്തേക്ക് നാളെ വരുന്നുണ്ട്. ഞാൻ ചോദിച്ചു എന്തായി? അത് കംപ്ലീറ്റ് ഫ്ലോപ്പ് ആയിപ്പോയി. നമ്മൾ വാ എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ റൂം ഇട്ട് കൊടുത്തു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ആനയുടെ സാധനം പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞത് ഇന്ത്യൻ സിനിമയിൽ ഒരു ഡയറക്ടർക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റത്തില്ല, ഇത് വർക്കൗട്ട് ആവൂല, ഇതെങ്ങനെ ഷൂട്ട് ചെയ്യും എന്നാണ് ആ ഡയറക്ടർ ചോദിച്ചത്. അപ്പോൾ താങ്കൾക്ക് കോൺഫിഡൻറ്റോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് തീർച്ചയായിട്ടും ഞാൻ ചെയ്യാം, തീർച്ചയായിട്ടും ചെയ്യാം, നമ്മളൊരു കാര്യത്തിന് റിസ്ക് എടുത്ത് ചെയ്യണം, പക്ഷേ ഇതിനകത്ത് കൊമേഴ്ഷ്യൽ ആക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആക്കി ഞാൻ ഡെന്നിസ് ജോസഫിനെ ഒന്ന് കോൺടാക്ട് ചെയ്തു. ഡെന്നിസിനെ ചോദിച്ചു ഇതൊന്ന് എഴുതി തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഡെന്നിസ് പറഞ്ഞു ഞാൻ എഴുതണ്ട, ഷാജി ഒരു നന്നായിട്ട് എഴുതിയിട്ടുണ്ട്, പറ്റുന്ന ഹെൽപ്പ് ഞാൻ ചെയ്തു തരാം. ഡെന്നിസ് അങ്ങനെയാണ്, ആരുടെയും ഒരു അവകാശമോ അല്ലെങ്കിൽ ഇത് തട്ടിയെടുക്കുന്ന ആളെയല്ല. ആക്ച്വലി എൻ്റെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ ഡെന്നിസ് ഈ പറഞ്ഞ പോലെ തിരക്കെഴുതിയിട്ട് ലോഹിദാസിൻ്റെ ഒക്കെ ഒരു ഡയലോഗ് പാറ്റേൺ എന്നാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ഷാജി കണ്ടവാനതിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തു, ആനക്കാരുടെ ഇടയിൽ പോയി ഇത് പഠിക്കാൻ വേണ്ടി ചെയ്തു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അയാൾ കറക്റ്റ് വേർഡിങ് ഒക്കെ നന്നായിട്ട് വരുന്നുണ്ട്. അങ്ങനെയാണ് ഷാജിയിലേക്ക് അത് പോയത്. പിന്നെ ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ ഇത് എഴുതി ഏതാണ്ട് ബുക്കല. അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യാം, നമുക്കൊക്കെ ആന മൃഗങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ പണ്ട് തൊട്ടേ എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഞാൻ പറയാം അദ്ദേഹത്തിന് അപ്രോച്ച് ചെയ്യുന്നില്ല, പക്ഷേ പുള്ളിയോടൊരു വാക്ക് പറഞ്ഞു. കാരണം എൻ്റെ എല്ലാ സിനിമയുടെ കാര്യവും പുള്ളിക്കാരനെ അറിയാം, എല്ലാം ഞാനത് പറയും. നമുക്ക് ഇങ്ങനെ ഒരു പടം ചെയ്യാൻ പോകുന്നുണ്ട്, നമ്മുടെ പടത്തിൻ്റെ സ്ക്രിപ്റ്റ് വർക്ക് നടക്കുന്നുണ്ട്, അത് ആദ്യമേ പറയും. ഇപ്പോഴത്തെ ഒരു സ്ക്രിപ്റ്റ് വർക്ക് നടക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ട്, ഇങ്ങനെ ഒരു ആനകളൊക്കെ വെച്ചിട്ടുള്ളതാണ്, ഞാൻ ചെയ്യുന്നോന്ന് പോലും ചോദിച്ചില്ല, ഇങ്ങനെ ഒരു സാധനമാണ്, ആര് ഹീറോ, അത് ഞാൻ അടുത്ത ആഴ്ച ഫൈനൽ ചെയ്യും എന്ന് പറഞ്ഞ് വിട്ടു. എൻ്റെ മനസ്സിലുണ്ടായിരുന്ന മോഹൻലാലാണ്. കാരണം മോഹൻലാൽ ഇടയ്ക്ക് കാണുമ്പോൾ നമുക്ക് ഞാൻ അത്രയും അടുപ്പമാണ് ഞങ്ങൾ തമ്മിൽ. അപ്പോൾ ചോദിക്കുന്ന ഞാൻ പറഞ്ഞു ലാലെ ഇപ്പോൾ ഒരു പ്രോജക്റ്റ് പെട്ടെന്ന് പ്ലാൻ ആവും, കാരണം ലാലിൻ്റെ ഒരു സ്റ്റൈൽ വേറെയാണ്. അപ്പോൾ ലാൽ പിന്നെ എന്തും ചെയ്യും. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ലാലായിരുന്നു, പക്ഷേ ലാലിന് പറ്റിയ രീതിയിൽ അത് കൺവെർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഷാജിയോട് പറഞ്ഞു, ഷാജി നമുക്ക് ഇങ്ങനെ മോഹൻലാലിനെ നമുക്ക് കാണാം, കൺഫേം ആയിട്ട് ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഷാജി പറഞ്ഞു ഞാൻ മുരളിയോട് ആദ്യമേ പറഞ്ഞിരുന്നു, മുരളി ചേട്ടനോട് ഇത് നേരത്തെ ഈ കഥ ആയപ്പോഴേ പറഞ്ഞു. പുള്ളി അതൊക്കെ പ്ലാൻ ചെയ്ത് അവിടെ കമ്പനിയും കാര്യങ്ങളും മസിൽ ഇങ്ങനെ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുരളിച്ചേട്ടൻ നല്ല നടനാണ്, എനിക്കിഷ്ടമാണ്, മമ്മൂക്ക വഴിയുള്ള ബന്ധമാണ് മുരളിച്ചേട്ടനായിട്ട്. പക്ഷേ ഇങ്ങനൊരു പടം, ഒരു കൊമേഴ്ഷ്യൽ പടം, ഈ ചെറിയ കോസ്റ്റിലൊന്നും നിൽക്കുന്നതല്ല. പക്ഷേ അത് അല്ല, അത് മുരളി വേണം, അതാണ് ഇതാണെന്ന് പറഞ്ഞു. വൈകുന്നേരം മുരളിച്ചേട്ടൻ എന്നെ വിളിക്കുകയാണ്, ഞാനത് പ്രിപ്പയർ ചെയ്യാതിരിക്കുകയാണ്. അങ്ങനെയെന്ന് പറഞ്ഞു. എനിക്ക് പിന്നെ ഒരു മാറാൻ പറ്റാത്തൊരവസ്ഥ പോലെയായി. പിന്നെ നെക്സ്റ്റ് ഡേ ഞാൻ മുരളിച്ചേട്ടനെ പോയി കാണുകയും പിന്നെ അങ്ങനെയാണ് ആ പ്രോജക്റ്റ് നീങ്ങായത്. പക്ഷേ അത് മാക്സിമം അത് കൊമേഴ്ഷ്യൽ എന്ന് വെച്ചാൽ ആ പടത്തിനെ തല്ലിപ്പൊളിയാക്കാനില്ല, ആ രീതിയിൽ അത് കൊമേഴ്ഷ്യലാക്കി, ആ രീതിയിലൊക്കെ ആക്കി, ആനകളെയൊക്കെ വെച്ച് വെള്ളമാക്കി. പക്ഷേ കൊമേഴ്ഷ്യലി ഭയങ്കര സക്സസ് ആയിരുന്നു. അത് എ ക്ലാസ്സിനേക്കാൾ ബി ക്ലാസ് വന്നപ്പോഴത്തേക്ക്
എവിടെയോ പോയി. അതിൽ ബ്ലോക്കിംഗ് ഭയങ്കര രസകരമായി തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ജഗദീഷ് അദ്ദേഹം ആനയുടെ പുറത്തുനിന്ന് ഇങ്ങനെ ഇറങ്ങി വന്ന് ഡയലോഗ് പറയുന്ന ഒരു സീനുണ്ട്. അപ്പം അത്തരത്തിലുള്ള ബ്ലോക്കിങ്ങുകൾ ചെയ്യുമ്പോഴത്തേക്ക് താങ്കൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഇത് നേരത്തെ ആർട്ടിസ്റ്റിനോട് പറഞ്ഞിരുന്നു. ജഗദീഷും അതിനകത്ത് മുരളിച്ചേട്ടനും ഭീമന്റെ ഹു ഇവർ മൂന്നുപേരാണ് ഏറ്റവും കൂടുതൽ ആനപ്പുറത്ത് കയറുന്നത്. പപ്പോട്ടം കയറുന്നുണ്ട്, പക്ഷെ അത് പേടിച്ചിരിക്കുകയാണ്. അപ്പം പിന്നെ ആദ്യമായിട്ട് കയറിയാലും കുഴപ്പമില്ല. പിന്നെ അദ്ദേഹം കയറി താഴെ വീഴാതിരിക്കാൻ വേണ്ടി, വീണാലും കുഴപ്പമില്ലായിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളത്തിൻ്റെ അവിടെ വെച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ സീൻ ഷൂട്ട് ചെയ്തത്. കാരണം വീണാലും വെള്ളത്തിൽ വീഴത്തുള്ളൂ. അതൊരു കോമഡി ആയിട്ട് തോന്നും, സേഫും ആണ്. മറ്റേ ജഗദീഷിനോട് പറഞ്ഞു, ഒരാഴ്ചയ്ക്ക് മുമ്പേ ജഗദീഷ് അവിടെ വന്നു, രഘുചേട്ടനും ഭീമന്റെ രഘുചേട്ടനും വന്നു, മുരളിച്ചേട്ടൻ്റെ തലേദിവസേ വന്നോളൂ. ഇവർ കറക്റ്റ് അവർ ഉപയോഗിക്കേണ്ട ആനയുടെ മുകളിൽ കയറി അവർ പ്രാക്ടീസ് ചെയ്തു. കാരണം ഇത് തുടയൊക്കെ ഇങ്ങനെ മുറി, ഇതൊരു വിചാരിക്കുന്ന അത്ര എളുപ്പമല്ല. ഞാനും ഒരു ദിവസം 2 ഫോട്ടോ എടുക്കാൻ വേണ്ടി വെറുതെ ഞാൻ എൻ്റെ മണ്ടയിൽ കയറി. അപ്പോൾ മനസ്സിലായി ഇതിൻ്റെ ബുദ്ധിമുട്ട്. ഞാൻ ഒന്നും അറിയിക്കാതെ ചുമ്മാ ഭയങ്കര സ്റ്റൈലൊക്കെ കാണിച്ച് ഇത്തിരി നേരം നടത്തിച്ചിട്ട് ഇറങ്ങി വന്നു. കാരണം ഇത് കൂടുതൽ ഇരിക്കാൻ പറ്റത്തില്ല. കാരണം ഇതിൻ്റെ ഈ ഒരു മസ്കഷൻ ഇങ്ങനെ ഒന്ന് പൊങ്ങും ഇപ്പുറത്ത് പൊങ്ങി വരുമ്പോഴും നമ്മളൊരു വേറൊരു രീതിയിലാണിത്. കാരണം ഇതിന് പിടിക്കാൻ ആപ്പാടുള്ളത് ഈ കയറിൻ്റെ ഇടയിൽ കാലിടണം. പിന്നെ ഒരു പിടുത്തം എന്നുള്ളത് ഇതിൻ്റെ റോപ്പിൻ്റെ മുകളിലാണ്, ഒരു കയ്യിലും മറ്റേ തോട്ടിങ്ങാണ്. അങ്ങനെ വരുമ്പോഴും നമുക്ക് അത്ര ഈസി അല്ല, എല്ലാവർക്കും തോന്നും. പിന്നെ മേളിൽ കയറുമ്പോൾ നല്ല ഹൈറ്റ് താഴെ തോന്നിക്കും. നമ്മൾ താടുന്ന ഒരു ആനയെ കാണുന്ന പോലെയല്ല, എൻ്റെ മേളിൽ താഴോട്ട് തോന്നുമ്പോൾ നല്ല ഹൈറ്റ് തോന്നിക്കും. അപ്പം ഇങ്ങനെ ചുമ്മാ ഞാനും ഒരു 2 റൗണ്ടൊക്കെ അടിച്ചു. കാരണം ആനയായിട്ട് നല്ല ഇണക്കമായി ഞാൻ വിളിച്ചാൽ വരുന്നുള്ള, ചുമ്മാ ഈ പട്ടിക്കുട്ടികളെ വിളിക്കുന്ന പോലെ വിളിച്ചാൽ വരും. ആ ഒരു ഇണക്കം ഞാനുമായിട്ടായി, പഴം കൊടുക്കുക കാരണമൊക്കെ ആയി. ജഗദീഷൊക്കെ 2-3-4 ദിവസം അതിൻ്റെ മുകളിൽ നിന്ന് തന്നെ പ്രാക്ടീസ് ചെയ്തു. അവിടെ നടക്കാനുള്ള സൗകര്യമുണ്ട്. ഫോറസ്റ്റുകാർ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു. എന്നാൽ അന്ന് ഫോറസ്റ്റ് മിനിസ്റ്റർ നമ്മുടെ പന്തളം സുധാകരൻ ചേട്ടനായിരുന്നു. അദ്ദേഹം അതിനായിട്ട് ഭയങ്കര എടുപ്പമാണ്, എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നു. അവിടെ ഒരു കുഴപ്പമില്ല, കാടിന് ഒരു ദോഷവും ഇല്ലാത്ത രീതിയിൽ കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റി. അങ്ങനെയാണ് അത്രയും നന്നായത്. കയറുന്നതും ഇറങ്ങുന്നതും ഇതൊക്കെ നന്നായി. പിന്നെ രവിചേട്ടൻ പിന്നെ എന്തും ചെയ്യും, എന്നാലും അങ്ങനെ നല്ല പ്രാക്ടീസ് ചെയ്ത് കാര്യങ്ങളാക്കി ഇട്ടൊക്കെ ചെയ്യുന്ന പടമാണ് അത്. പ്രൈഗറെ പാപ്പാൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ജഗദീഷ് അദ്ദേഹത്തിൻ്റെ കാര്യം പറയുമ്പോഴും അതിനകത്തൊരു പാട്ടിൻ്റെ കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. അത് താങ്കളാണ് കൺസോളിൽ ഇരുന്നത് എന്ന് കേട്ടിട്ടുണ്ട് റെക്കോർഡ് ചെയ്യാൻ. അതെ, അതെന്ന് വെച്ചാൽ ഞാൻ അതിനകത്തൊരു പാട്ടുണ്ടായിരുന്നു. ഞാൻ ജഗദീഷ് പാടുന്നത് എനിക്കറിയാം. ജഗദീഷ് നമുക്കൊരു പാട്ട് തട്ടിയാലോ എന്ന് ചോദിച്ചു. ജഗദീഷ് പറഞ്ഞു, ഞാൻ ഇതുവരെ അങ്ങനെ സിനിമയ്ക്ക് വേണ്ടി പാടിയിട്ടില്ല, നമ്മൾ അങ്ങനെയല്ലേ വരുന്നത്, ഒന്ന് ട്രൈ ചെയ്യാമോ? ഞാൻ വേണമെങ്കിൽ ട്രാക്ക് എടുക്കാം, പക്ക ട്രാക്ക് എടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കും. ജഗദീഷ് 2 ദിവസം മുമ്പേ അവിടെ വന്നാൽ ഇത് പാട്ട് പഠിച്ചെടുക്കാം, പ്ലസ് ട്രാക്കും ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയിട്ട് അവിടെ റെക്കോർഡിങ് കാരണമായി. ഞാൻ ആക്ച്വലിൽ വെച്ചിരുന്നത് ജഗദീഷും വിദ്യാമ്മയാണ്, ശ്രീവിദ്യാമ്മ, അവരാണ് പാടാനായിട്ട് വെച്ചിരുന്നത്. അപ്പോൾ ഈ പാട്ട് വന്നപ്പോഴും മറ്റും ഭയങ്കര ഹെവി. കാരണം ജഗദീഷിൻ്റെ പോർഷനേക്കാൾ ഹെവിയാണ് ഇപ്പോഴത്തെ ലേഡി വോയിസിൻ്റെ ഇത്. ഇങ്ങനെ കൊനിഷ്ഠുണ്ട്. ചിലപ്പോൾ വിദ്യാമ്മയുടെയിൽ നിന്നില്ലെങ്കിൽ, ഇപ്പോഴത്തെ ഒരു ദാസേട്ടനാണെങ്കിൽ എനിക്ക് വിദ്യാമ്മ ഓക്കെ, കാരണം ഈ കൊനിഷ്ഠൊക്കെ ദാസേട്ടൻ പാടിക്കോളും. അപ്പോൾ അതിന് ചെറിയൊരു ഭയം തോന്നി. അപ്പോൾ മ്യൂസിക് ഡയറക്ടർ എന്നോട് സജസ്റ്റ് ചെയ്തു, ഇതൊരു പ്രൊഫഷണൽ സിംഗർ പാടിയാൽ നന്നായിരിക്കും, ഫീമെയിൽ വോയിസ്, SP വെങ്കടേഷ് ഫീമെയിൽ വോയിസ്, അങ്ങനെ പാടിയാൽ നന്നായിരിക്കുന്നതാണ്. ഞാൻ ശരി എന്ന് പറഞ്ഞിട്ട് അത് അങ്ങനെ പെൻഡിങ് ഇട്ടു. അത് ചിത്രയെ കൊണ്ട് പാടിക്കാൻ, ചിത്ര പാടി ജഗദീഷിൻ്റെ ട്രാക്ക് എടുത്ത് എല്ലാം വെച്ചു. ജഗദീഷ് തോന്നി ഈ പാട്ട് കേട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ജഗദീഷിനെ പഠിപ്പിക്കാനായിട്ട് ഈ പയ്യൻ ഇരിക്കുകയാണ്. ആദ്യ ദിവസം ഇരുന്നു, സെക്കൻഡ് ഡേ ഇരുന്ന് എല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് എൻ്റെ ഫൈനൽ റെക്കോർഡിങ്. അപ്പോൾ എൻ്റെ വൈകുന്നേരം ജഗദീഷ് പറഞ്ഞു, ഞാൻ പാടാൻ ബാബു കൺസോളിലൊന്നും ഇരുന്നാൽ എനിക്ക് ധൈര്യമായിരിക്കും, കാരണം വേർഡ് പോയി പുള്ളിക്കാരനിരിക്കുമ്പോൾ എനിക്ക് പിന്നെ ബാലൻസിങ് പോകും, കാരണം വലിയ മ്യൂസിക് ഡയറക്ടർ എന്ന് പറഞ്ഞു. ആ ഞാൻ പറഞ്ഞു, അതിന് കുഴപ്പമില്ല, ഞാൻ പുള്ളി SP ഞാനായിട്ട് ഭയങ്കര അടുപ്പമാണ്. ഞാൻ SP-യിലൊക്കെ പറഞ്ഞു, ഞാൻ അവിടെ പോയി ഇരിക്കാം, എന്നിട്ട് ഫുൾ തീർത്ത് വെച്ചിട്ട് ഡബ്യാലിരിക്കുന്ന പോലെ ഞങ്ങൾ വേർഡ് ബൈ വേർഡായിട്ടോ ലൈൻ ബൈ ലൈനായിട്ടോ ഞങ്ങൾ തീർത്ത് വയ്ക്കാം. അതിനുശേഷം മാസ്റ്ററെ വിളിക്കാം, ഞാൻ മാസ്റ്റർ എന്നാണ് പുള്ളി വിളിക്കാം, മാസ്റ്റർ വിളിക്കും, മാസ്റ്റർ ഒന്ന് കേട്ടിട്ട് എവിടെ കറക്ഷനോ അത് മാത്രം ചെയ്യും. അപ്പോൾ പുള്ളി ഒരു കോൺഫിഡൻ്റ് ആണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വൈകുന്നേരമൊക്കെ മനസ്സിൽ പ്ലാൻ ചെയ്തു, ഞങ്ങൾ രാവിലെ അതിനകത്ത് കയറുന്നത്. അങ്ങനെയാണ് ഞാനായിട്ട് കയറി വേർഡ് ബൈ വേർഡായിട്ട് ലൈനായിട്ട്. പക്ഷേ ജഗദീഷ് നന്നായിട്ട് പാടി. ഇതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്കും കുറേ പ്രാവശ്യങ്ങൾ ഇട്ട് നോക്കി, അതിന് പറ്റുന്ന മാറ്റം നമുക്ക് അറിയാവുന്ന അഭ്യാസമൊക്കെ ചെയ്തു വെച്ചു. അത് കഴിയുമ്പോൾ മാസ്റ്റർ വന്നു. മാസ്റ്റർ ഒന്ന് കേട്ടിട്ട് ഒരു ലൈനോ എന്തോ മാറ്റിയുള്ളൂ, ബാക്കി പക്കയാക്കി. അത് നല്ല സ്റ്റീരിയോയിൽ അന്ന് മാക്സിമം സ്റ്റീരിയോഫോണിക് എഫക്റ്റിൽ അത് ചെയ്തു. ആ പാട്ട് ഹിറ്റായി. ആ പാട്ട് ആദ്യം കേട്ടത് മോഹൻലാലാണ്. ഇതിനൊരു കാസറ്റ് കൊണ്ടുപോയിട്ട് മോഹൻലാലിൻ്റെ കാറിൽ ഇട്ടത് കേട്ടു. ചെന്നൈ ഷൂട്ടിംഗ് നടക്കായിരുന്നു ലാലിൻ്റെ ഒരു പടത്തിൽ. ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു. ആ കൊള്ളാം, നന്നായിട്ട് ജഗദീഷ് പാടി എന്നൊക്കെ പറഞ്ഞിട്ട്. ഇന്നും വളരെ ഹിറ്റാണ് കുക്കും പിഞ്ചറകും ഒക്കെ. ഈ കോമഡി ആൾക്കാർ, ഈ മിമിക്രിക്കാർ ജഗദീഷിനെ ഫിഗർ ചെയ്യുമ്പോൾ പലപ്പോഴും അത് ബാക്ക്ഗ്രൗണ്ടിൽ ഇടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ജഗദീഷ് എപ്പോഴും അതിനെപ്പറ്റി പറയുകയും ഈയിടെ തന്നെ ഒരു താങ്ക് യു എന്ന് പറഞ്ഞ് എനിക്കൊരു മെസ്സേജ് ഇടുകയാണ്. കാരണം ഇവിടെ വെച്ച് വന്നപ്പോൾ വീണ്ടും ഈ ഒരു പാട്ടിൻ്റെ ഒരു ഇത് നമ്മൾ അത്രയൊന്നും വിചാരിച്ചില്ല. ഇതൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ആകും എന്നൊന്നും കുഴപ്പമില്ലാതെ വരും എന്നുള്ളത് വിചാരിക്കുന്നുള്ളൂ. ഇത്രയും കാലം കടന്നു അത് നിൽക്കുന്ന ഒരു പാട്ടായി മാറി എന്നുള്ളതാണ്. അദ്ദേഹവും കഴിയുന്ന വേദികളൊക്കെ ഇത് പാടി കേട്ടിട്ടുണ്ട്. നമുക്ക് അടുത്തൊരു പാട്ടിന് സമയമായി. ഏത് പാട്ട് പറയും സാർ? ഈ പാട്ട് തന്നെ വെച്ചാലും ശരി, ഇത് വയ്ക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും ജഗദീഷും ചിത്രയും പാടിയ പാട്ട് ബിച്ചു ചേട്ടാണ്, ബിച്ചു തിരുമലയാണ് എൻ്റെ വരികളിരിക്കുന്നത്. SP വെങ്കടേഷ് മ്യൂസിക്. അതെ, നമുക്ക് ആ പാട്ടുകൾ
ഈ മില്ലേനിയം തുടങ്ങുന്ന സമയത്ത് താങ്കൾ 90s ഒരുപാട് ഹിറ്റുകൾക്ക് ശേഷം താങ്കൾ പിന്നെ മിനി സ്ക്രീനിലോട്ടേക്ക് വരികയാണ്. മെരിലാൻഡ് ഒരു ചരിത്ര പ്രധാനമായിട്ടുള്ള ഒരു കഥാപാത്രത്തെ അല്ലെങ്കിൽ ഒരു ഐതിഹ്യ കഥാപാത്രത്തെ എടുക്കുമ്പോൾ താങ്കൾ മിനി സ്ക്രീനിലേക്ക് വരുന്നു. കത്തനാരിലേക്ക് വരുന്നത് എങ്ങനെയാണ്? ആൾക്കാർ മൊത്തം കത്തനാരെ കാത്തിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അതായത് ഞാൻ കുറേ സിനിമകൾ ചെയ്തു. അതിനുശേഷം ആക്ച്വലി എനിക്ക് മമ്മൂക്കയുടെ ഡേറ്റ് ഉണ്ട്, ലാലിൻ്റെ പ്രോജക്റ്റ് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ എനിക്ക് ഒരു സബ്ജക്റ്റ് നന്നായിട്ട് അങ്ങോട്ട് വന്നില്ല. ഒരു കാര്യം, ഡെന്നീസ് കുറച്ച് ഇതിൽ നിന്ന് സ്ക്രിപ്റ്റിൽ നിന്ന് കുറച്ചൊന്ന് വിട്ടുനിന്നു. അപ്പോൾ പിന്നെ ഒരു പ്രോപ്പറായിട്ട് ഒരു സംഭവങ്ങൾ എനിക്ക് വന്നില്ല. ഇതിനിടയ്ക്ക് ഞാൻ 1-2 പ്രോജക്റ്റുകൾ പ്ലാൻ ചെയ്തു. മമ്മൂക്ക വെച്ചിട്ട് കായൽ സാമ്പ്രാട്ട് എന്ന് പറഞ്ഞാൽ അത് കുറേയൊക്കെ സ്ക്രിപ്റ്റൊക്കെ വർക്ക് ചെയ്ത് വന്നപ്പോഴത്തേക്കും മമ്മൂക്ക ത്രിബിൾ റോളായിരുന്നു. അപ്പോൾ അതും പ്രോജക്റ്റ് മാറി. പിന്നെ മോഹൻലാലിനെ വെച്ച് വിക്രമാദിത്യൻ എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ്, അല്ലെങ്കിൽ പേര് ചോദിച്ചാൽ ആദിത്യൻ, വിക്രമാദിത്യൻ എന്ന് ഇങ്ങനെ ജെയിംസ് ബോണ്ട് പറഞ്ഞ പോലെ പറയുന്നൊരു ക്യാരക്ടർ. ലാലിൻ്റെ അത് സബ്ജക്റ്റ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് അങ്ങ് മാറിപ്പോയി. പിന്നെ കാർത്തിക് തിരുനാൾ കാർത്തികേയൻ എന്ന് പറഞ്ഞ് മോഹൻലാലിനെ വെച്ചൊരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്തു. അതും ചില കാര്യങ്ങളുമുണ്ട്, അത് നടക്കാനുള്ള എല്ലാം അത് വെച്ചാൽ ഈ ഗേറ്റിൻ്റെ അതുവരെ എത്തിയതാണ്, അത് ലോക്കായി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമുക്കൊരു മാനസികമായിട്ടൊരു ബുദ്ധിമുട്ട് കാര്യങ്ങൾ, പിന്നെ പ്രോപ്പറായിട്ടൊരു കണ്ടന്റ് കിട്ടുന്നില്ല. കണ്ടന്റും സബ്ജക്റ്റും സ്ക്രിപ്റ്റും കിട്ടാതെ ചെയ്തിട്ട് കാര്യമില്ല. കാരണം ബേസ് ഇല്ലാതെ ഇനിയിപ്പോൾ ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് കുറച്ചൊരു ഗ്യാപ്പ് വേണം. അപ്പോൾ സബ്ജക്റ്റ് വേറെ നോക്കുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് എനിക്ക് ഇങ്ങനെ ഒരു സീരിയലിൻ്റെ കാര്യം ഞാൻ പ്ലാൻ ചെയ്തത്, കടമറ്റത്ത് കത്തനാർ എന്ന് പറഞ്ഞ സീരിയൽ. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞാൻ ഒരു ചാനലായിട്ട് സംസാരിച്ചു. അപ്പോൾ അവർക്ക് അതിൻ്റെ ഒരു ബഡ്ജറ്റിങ് തരാനായിട്ട് ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ചാനലായിട്ട് അപ്രോച്ച് ചെയ്തു. അവർക്ക് എൻ്റെ പുറത്ത് ഭയങ്കര കോൺഫിഡൻറ്റും കാര്യങ്ങളാണ്. അപ്പോൾ അവർ പറഞ്ഞത് സാധാരണ സീരിയൽ എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളുടെ സീരിയൽ, ഈ കരയുന്നത് മാത്രം, കാരണം അങ്ങനത്തെ സീരിയലാണ് അന്ന് നന്നായിട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ താങ്കളൊരു സീരിയൽ കൊണ്ട് തരുമ്പോൾ നോ പറയാനും ഞങ്ങൾക്ക് വയ്യ, നമുക്ക് എന്തായാലും ട്രൈ ചെയ്യാം എന്ന് മാത്രമേ പറഞ്ഞോളൂ. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാൻ മെരിലാൻഡായിട്ട് സംസാരിച്ചു. എസ് കാർത്തികൻ, അദ്ദേഹം കാർത്തിക മുരളി എന്ന് പറയും, മണി മലയാളി എന്ന് വിളിക്കും. അദ്ദേഹം നമുക്ക് മൂവ് ചെയ്യാമെന്ന് പറഞ്ഞു, നല്ല പെർഫെക്ഷനോട് ചെയ്യാം എന്ന് പറഞ്ഞു. അദ്ദേഹം ഏറ്റെടുത്തപ്പോൾ പിന്നെ ഒന്നും നോക്കാനില്ല, കാരണം സ്വന്തം സ്റ്റുഡിയോ ഉണ്ട്, എന്ത് സെറ്റ് വേണമെങ്കിലും ഇടാം. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ കടമറ്റത്ത് കത്തനാരിലേക്ക് പോയത്. കാരണം ഒരു ന്യൂ ഫേസിനെ കൊണ്ടുവന്നു, മൊത്തം ഒരു മാറ്റം ഉണ്ടാക്കിയ ഒരു സാധനമായിരുന്നു. എനിക്ക് സിനിമയേക്കാൾ പേര് അതിനകത്ത് കിട്ടി. കാരണം അതിനകത്ത് പല സിനിമാ നടന്മാർ, മമ്മൂക്ക അടക്കം മോഹൻലാലടക്കം പല എപ്പിസോഡ്സും കണ്ടിട്ടുണ്ട്. ഇന്നസെന്റ് ആയിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കഴിയുന്നത് മിസ് ചെയ്യാറില്ല എന്ന് പറഞ്ഞു. ജഗദീഷ് ശ്രീകുമാർ പറഞ്ഞിട്ടുണ്ട്. അന്ന് ഇതുപോലെ നെറ്റിൽ കിട്ടുന്ന ഒരു കാലമല്ല ഇത്, പിന്നെ റിപ്പീറ്റ് കാണണം, അല്ലെങ്കിൽ ആരെങ്കിലും റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് കൊടുക്കണം. എന്നിട്ടും അതൊരു ഹിറ്റായിട്ട് വന്നു. എനിക്ക് നല്ല പേര് കിട്ടിയതാണ്. കാരണം ഒരു സിനിമയിൽ നിന്ന് സീരിയൽ ചെയ്തു എന്നുള്ള ഫീൽ എനിക്ക് വന്നില്ല. ശരിക്കും വളരെ സിനിമാറ്റിക് ആയിട്ട് തന്നെ ചെയ്യാനുള്ള ഒരുപാട് സാധ്യതകളുള്ളൊരു സബ്ജക്റ്റും കൂടിയായിരുന്നല്ലോ. എനിക്ക് അതിൽ കിട്ടിയ 2-3 ഗുണം. ഒന്ന്, ഗ്രാഫിക്സ് വർക്ക് ചെയ്തു ആദ്യമായിട്ട്. അന്ന് സിനിമയിൽ പോലും ഗ്രാഫിക്സ് ചെയ്തിട്ടില്ല. അന്ന് ഡിജിറ്റലിൽ നമ്മൾ ഷൂട്ട് ചെയ്തു. അന്ന് സിനിമയിൽ ഡിജിറ്റൽ വന്നിട്ടില്ല. അന്ന് മോണിറ്റർ യൂസ് ചെയ്തു. മോണിറ്റർ അന്ന് സിനിമയിൽ വന്നിട്ടില്ല. അപ്പോൾ എല്ലാത്തിനേക്കാളും നമുക്ക് അഡ്വാൻസ് ആയി, വളരെ അഡ്വാൻസ് ആയി. അപ്പോൾ എനിക്ക് സിനിമ ചെയ്തപ്പോൾ മോർ ഈസി ആയി. പിന്നെ ഡിജിറ്റലിൽ വന്നപ്പോഴത്തേക്ക് എനിക്ക് വളരെ എളുപ്പമായി. അതിനുശേഷം ഞാൻ വിക്രമാദിത്യൻ എന്നൊരു സീരിയൽ ചെയ്തു. അത് എല്ലാ ലാംഗ്വേജും ഡബിങ്. അതിനുശേഷം അലാവുദ്ദീൻ്റെ അത്ഭുതവിളക്ക് എന്നൊരു സീരിയൽ ചെയ്തു. അപ്പോൾ അതും ഭയങ്കര ഹിറ്റായി. അപ്പോൾ ഇതൊക്കെ നമുക്ക് നമ്മുടെ വർക്കും ഗ്രാഫിക്സ് വർക്കും നമ്മുടെ ടെക്നോളജി ഒന്ന് ഉയർത്താനായിട്ട് നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയി. ഈ മോണിറ്ററിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, താങ്കൾ പണ്ട് ഫിലിമിൽ വർക്ക് ചെയ്ത ആളാണ്. അപ്പോൾ ഫിലിമിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് മോണിറ്ററുകളില്ലല്ലോ, പക്ഷേ താങ്കൾ സൈമൾട്ടേനിയസ് ആയിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യുമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തോട്ട്? അത് എനിക്ക് ഈ സാധാരണ നമ്മൾ ഷൂട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ മിനിമം ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ റഷ് കാണാൻ പറ്റും, എന്താണ് ഷൂട്ട് ചെയ്തതെന്ന് കാണാൻ പറ്റും. അത് മുഴുവൻ സൈലൻറ്റിലുമായിരിക്കും, സൈലൻറ്റിലേക്ക് കാണാൻ പറ്റും. അപ്പം നമുക്ക് ഏതാണ്ട് ഒരു ജഡ്ജ്മെൻറ്റേ നമുക്ക് വരത്തുള്ളൂ. മറ്റത് ഞാനൊരു ഐഡിയ ഇട്ട് ഇത് തുടക്കം തൊട്ട് ഇത് വീഡിയോയിൽ ഷൂട്ട് ചെയ്യാം. മുരുകണ്ണൻ എന്ന് പറഞ്ഞിട്ട് പ്രഗത്ഭനായ ക്യാമറാമാനായിരുന്നു. അദ്ദേഹത്തിന് പിന്നെ ഞാൻ ഇൻഡിവിജ്വലായിട്ട് പടം കൊടുത്തു. അത് ചില മാന്യന്മാരുടെ ക്യാമറമാൻ അദ്ദേഹമായിരുന്നു. കടമറ്റത്ത് കത്തനാർ സീരിയലിൻ്റെ ക്യാമറമാൻ അദ്ദേഹമായിരുന്നു. കാരണം അദ്ദേഹം ഫുള്ളായിട്ട് കവർ ചെയ്യും. രാത്രി ഒരു എഡിറ്ററുണ്ട്, അദ്ദേഹത്തിനെ വെച്ച് ഇത് ഏതാണ്ട് കട്ട് ചെയ്ത് പിറ്റേ ദിവസം എനിക്കിത് കാണാനും പറ്റുമായിരുന്നു. ഞാൻ മമ്മൂക്കൊക്കെ ഇട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട്, ഇതാണ് ഷൂട്ട് ചെയ്ത്. കാരണം അപ്പോൾ ഏതാണ്ട് ഒരു ഐഡിയ ജഡ്ജ്മെന്റ് കിട്ടും. പിന്നെ പുള്ളി ആയതുകൊണ്ട് കറക്റ്റ് ആംഗിൾ വെച്ച് വർക്ക് ചെയ്യും. ഏതാണ്ട് ഒരു 40% നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ എനിക്ക് അത് ഞാൻ തുടങ്ങി വെച്ചു അവിടെ ഈ സമയത്ത്. ഇന്ത്യൻ സിനിമയിലെ തന്നെ ഇതിഹാസ എഡിറ്റർ ആയിട്ടുള്ള ഋഷികേശ് മുഖർജിയായിട്ട് താങ്കൾ വർക്ക് ചെയ്തിട്ടുണ്ട്, അതൊന്ന് പറയാമോ? അത് മെരിലാൻഡിലെ പി സുബ്രഹ്മണ്യം അദ്ദേഹം ഒരു പടം തുടങ്ങി വെച്ച് കുറച്ച് കാൽഭാഗം ഷൂട്ട് ചെയ്തപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു. അപ്പോൾ ആ പടം പെൻഡിങ് കിടന്ന് വന്നപ്പോഴത്തേക്കും അത് ആര് ഷൂട്ട് ചെയ്യും എന്നാളായി. അപ്പോൾ തികൃഷി ചേട്ടൻ കുറച്ചൊന്ന് ഒരു പോർഷൻ അദ്ദേഹം വർക്ക് ചെയ്തു. പിന്നെ നാഗുളി ആർസ്കുറുപ്പ് അദ്ദേഹം കുറേ വർക്ക് ചെയ്തു. അതിനുശേഷം മൗസാർ വന്ന് ഷൂട്ട് ചെയ്തു. അപ്പോൾ ഇത് ടോട്ടലായിട്ട് വീണ്ടും മെയിൻ പോർഷൻ ഷൂട്ട് ചെയ്യാൻ കിടപ്പുണ്ട്. ഈ ടോട്ടലായിട്ട് റീ എഡിറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഡയറക്ഷൻ കം എഡിറ്റർ നമുക്ക് ഋഷികേശ് മുഖർജി. കാരണം ഇവർ സ്റ്റുഡിയോ ആയിട്ട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആണ്.
അദ്ദേഹം ചെമ്മീനൊക്കെ edit ചെയ്ത അദ്ദേഹമാണ്. ഇന്നത്തെ തലമുറയ്ക്ക് ഒരുപക്ഷെ റാണി മുഖർജിയുടെ അച്ഛൻ എന്ന് പറയേണ്ടി വരും. അതെ, തീർച്ചയായിട്ടും. അദ്ദേഹം ഇവിടെ വന്നു. ഫസ്റ്റ് ഞാനാണ് എല്ലാ കാര്യങ്ങളിലും ഡിസ്കഷൻ കാര്യങ്ങളിൽ ഇരിക്കണം അദ്ദേഹമായിട്ട്. അദ്ദേഹം അവിടെ നിന്ന് ഫസ്റ്റ് ഡേ ഷൂട്ടിംഗ് കഴിഞ്ഞു, സെക്കൻഡ് ഡേ എന്നെ എഡിറ്റിംഗിൽ വിളിച്ചുകൊണ്ട് പോകും. കം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കത്രിയൊന്നും വേണ്ട അദ്ദേഹത്തിന്. ഫിലിം ഇങ്ങനെ വലിച്ചെടുത്തിട്ട് ടക്കെന്ന് പൊട്ടിച്ചിട്ട് ജോയിൻ ചെയ്യാൻ കൊടുത്താൽ കറക്റ്റ് ആയിരിക്കും. ഫിലിം ഇങ്ങനെ നോക്കും വിളി എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് ഒരു ലെൻസും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ കൈ കൊണ്ട് കയറും. എന്നിട്ട് കൈ കൊടുത്ത് ഒട്ടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് പടമായിരിക്കും. അത് ഫ്രെയിം ലാഗ് ഒന്നും ഇല്ല, ഒരു ലാഗുമില്ല. ഫൈറ്റെങ്കിൽ ഫൈറ്റ് എന്തായാലും. അപ്പോൾ ആദ്യം 2 ദിവസം കഴിയുമ്പോൾ എന്നെ പറഞ്ഞു, ഒരാൾ ഇവിടെ വന്നിട്ട് എത്ര ആളെ ഞാൻ പറഞ്ഞു ഡീറ്റെയിൽ. അടുത്ത ഫ്യൂച്ചർ പ്ലാൻ ഞാൻ പറഞ്ഞു ഇല്ല, അധികം ഇല്ലല്ലോ. ഈ പടം റിലീസ് കഴിഞ്ഞാൽ വേറൊരു ഡയറക്ടർ കൂടെ എനിക്ക് പോകണമെന്ന് പറഞ്ഞു. എൻ്റെ കൂടെ പോകാം, നമുക്ക് നെക്സ്റ്റ് പടം പിന്നെ അമിതാഭ് ബച്ചനെ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് നമുക്ക് പഠിച്ച് ലാംഗ്വേജും പഠിച്ച് അവിടെ ബാക്കി എല്ലാ ഹെൽപ്പും ഞാൻ ചെയ്യാം. വേണം ഒരു പടം നമുക്ക് പ്രൊഡ്യൂസും ചെയ്യാം. കാരണം അദ്ദേഹം വിചാരിച്ച അന്ന് എന്ത് നടക്കും. അപ്പോൾ ഞാനിവിടെ വീടായിട്ട് സംസാരിച്ചപ്പോഴത്തേക്ക് അവർക്കൊരു ബുദ്ധിമുട്ട്. കാരണം ഞാൻ അന്ന് വീട്ടിൽ നിന്നൊന്നും അങ്ങനെ വിട്ടു തന്നിട്ടില്ല. എന്ന് മാത്രമല്ല ഈ അവിടെ പോയി ഒരു ഹിന്ദി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ബേസ് അത്രയും നമുക്ക് എങ്ങനെ എത്തിച്ചേരും എന്നുള്ളത് ഒരു പാടാണ്. ഇവിടെയാണെങ്കിൽ എന്തെങ്കിലും ഉള്ള നാക്കുകൊണ്ടൊക്കെ ജീവിക്കാം എന്നുള്ളൊരു ലൈനിൽ നമ്മളിങ്ങനെ. അതിനിടയ്ക്ക് ഞാൻ അവിടുന്ന് ഡിഗ്രി എടുത്തു. ഞാൻ മെല്ലാൻഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഈവനിങ് ക്ലാസ്സും പറ്റണ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്ത് അതും എടുത്തു. അതിന് കാരണക്കാരൻ നാഗോളി ആർട്സ് കുറുപ്പ് സാറാണ്. സാറിന് മിനിമം ഡിഗ്രി എങ്കിലും വേണം എന്ന് പറയുകയും അങ്ങനെ അത് അദ്ദേഹത്തിൻ്റെ ഒരു ഇതാണ്. അല്ലെങ്കിൽ അതോടെ എൻ്റെ പഠിത്തം നിന്നേനെ. അതുപോലെ തന്നെ താങ്കൾ എല്ലാ സിനിമകളിലും തന്നെ ഫൈറ്റ് സീൻസ് ഒരുപാടുണ്ട്. ആ ഫൈറ്റ് സീനിൽ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടീസ് എല്ലാം താങ്കൾ നേരിട്ട് ആ ഡമ്മിയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി ഉറപ്പാക്കുമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അസിസ്റ്റൻസിനെ വിട്ടാൽ മതിയല്ലോ, താങ്കൾ തന്നെ നേരിട്ട് ഉറപ്പാക്കിയിരുന്നത്? ഒന്ന്, ഫൈറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ക്രേസാണ്. അപ്പോൾ അത് നേരത്തെ സ്ക്രിപ്റ്റ് നടക്കുമ്പോൾ തന്നെ ഡിസ്കഷൻ സമയം തന്നെ ഈ സ്ക്രിപ്റ്റ് ഏതാണ്ട് ലോക്ക് മീൻസ് ഇത് കൺഫേം ആണ്. ഇങ്ങനെ ഒരു ഫൈറ്റ് എന്ന് കൺഫേം ചെയ്യുമ്പോൾ അവിടെ തൊട്ട് എൻ്റെ മനസ്സിൽ ഇതിൻ്റെ പ്ലാനിങ് ഉണ്ടാവും. ഇങ്ങനെ ആയിരിക്കണം, എൻ്റെ ഫൈറ്റിൻ്റെ ലൊക്കേഷൻ ഇങ്ങനെ ആയിരിക്കണം, ഇങ്ങനെയൊക്കെ വേണം എന്നുള്ള രീതിയിൽ ഞാൻ ആദ്യമേ പ്ലാൻ ചെയ്യും. അപ്പോൾ പ്രോപ്പർട്ടീസ് ഞാൻ കൂടെ പ്ലാൻ ചെയ്യും. എന്നിട്ട് ഞാൻ ആർട്ട് ഡയറക്ടറെ വിളിച്ചിട്ട് ഞാൻ നേരത്തെ പറയും പ്രോപ്പർട്ടി വേണം, ഇതിൻ്റെ ഒറിജിനൽ വയ്ക്കണം, ഡമ്മി ഇപ്പുറത്ത് വയ്ക്കണം, ഇത് വയ്ക്കണം, എല്ലാ കാര്യം എന്താണെന്നുള്ളത് കൂടെ പറയും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫൈറ്റ് മാസ്റ്റർ നേരത്തെ വരുത്തും. ഷൂട്ടിങ്ങിൻ്റെ തലേദിവസമല്ല അങ്ങനെ വരണം, ഞാൻ നേരത്തെ വരുത്തിയിട്ട് അതിന് അടുത്ത മാസമായിരിക്കും ഷൂട്ടിങ്, അല്ലെങ്കിൽ ഒരു 15 ദിവസം കഴിഞ്ഞ് ഞാൻ ഷൂട്ടിങ്. ഞാൻ പറയും മാസ്റ്റർ ഇതൊക്കെയാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്, ഇതിങ്ങനെ ഇത് ഗ്ലാസ് ചെയ്ത്. അപ്പോൾ അങ്ങനെയായ സജഷൻ പറയും, ഇവിടെ ഒരു ഗ്ലാസ് വെച്ചാൽ നന്നായിരിക്കും, ഇവിടെ ഇത് വെച്ചാൽ നന്നായിരിക്കും, 2 വെട്ട് കത്തി ഉണ്ടെങ്കിൽ നന്നായിരിക്കും, അല്ലെങ്കിൽ 2 പിസ്റ്റൾ ഉണ്ടെങ്കിൽ നന്നായിരിക്കും, ഇത് പുള്ളി പറയും. അപ്പോൾ അതും ഇതെല്ലാം കൂടെ ക്ലിപ്പ് ചെയ്ത് ഈ സാധനമൊക്കെ റെഡിയാക്കി വയ്ക്കും. കാരണം ഈ വെട്ടുന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ പലർക്കും പറ്റിയിട്ടുണ്ട്. പണ്ട് ഒറിജിനൽ വെട്ട് കത്തിയൊക്കെ എടുത്തു കൊടുക്കും. മമ്മൂക്കൊക്കെ വെട്ട് കിട്ടിയിട്ടുണ്ട്, ലാലിന് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമുക്കത് പാടില്ല. സിനിമയാണ്, ഒരു വിഷ്വലിൻ്റെ എഫക്റ്റ് വരണം, എന്നാൽ ഭയങ്കര ഫീൽ ചെയ്യണം. അതുകൊണ്ട് എല്ലാ പ്രോപ്പർട്ടീസും നമ്മളത് കാണിക്കുകയും ഞാൻ തലേദിവസം എൻ്റെ അടുത്ത് കൊണ്ടുവരാൻ പറയും. അന്ന് രാവിലെ എല്ലാം ചെക്കിങ്, അത് ഒറിജിനൽ തോറ്റു പോകണം, ആ രീതിയിൽ പ്ലാൻ ചെയ്ത് ചെയ്യണം. ആ രീതിക്ക് വെച്ചിട്ടുണ്ട്. കാരണം അങ്ങനെ കുറച്ച് കോമഡി നടന്നിട്ടുണ്ട്. പാളയത്തിൽ ഒരാളുടെ ദേഹത്ത് ഇങ്ങനെ ടയർ കയറി ഇറങ്ങണം. അപ്പോഴത്തേക്കും ഈ ഒറിജിനൽ ടയർ, ലോറിയുടെ ടയർ കയറി അറിയാമല്ലോ, ഡബിൾ ടയറാണ്. അപ്പോഴത്തേക്കും ഞാൻ അയാളെ കിടത്തിയിട്ട് ഈ റിവേഴ്സ് ഷോട്ടൊക്കെ എടുത്തു. ഞാൻ ലോറിയുടെ അവിടെ ചേർത്ത് നിർത്തി ആ ഒരു സെപ്പറേറ്റ് അടയൊക്കെ വെച്ച് ഒന്ന് റിവേഴ്സ് എടുത്തു. ഇനിയിപ്പോൾ ഒന്ന് ടയർ കയറി ഇറങ്ങണം, ക്ലോസപ്പ് മാത്രമേ ഉള്ളൂ, നെഞ്ചി കൂടെ കയറി ഇറങ്ങണം. അപ്പോൾ ഞാൻ ആർട്ട് ഡയറക്ടറെ വിളിച്ച് പറഞ്ഞ ഒരു കാര്യം, ഒരു ഡമ്മി ചെയ്ത് വെച്ചേ, എന്നിട്ട് വെയിറ്റ് കുറച്ചിട്ട് ഒട്ടിച്ച് വെച്ച് വെറുതെ ഒന്ന് റോൾ ചെയ്തെടുക്കണം. ഞാൻ ടൈറ്റ് വെച്ച് കഴിഞ്ഞാൽ റോൾ ചെയ്യണമെങ്കിൽ ഇയാളെ നിലവിളി ഫേസൊക്കെ കിട്ടും എന്ന് പറഞ്ഞിട്ട് ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഡമ്മി ഞാനിട്ട് വിട്ടു. ഞാനും അപ്പുറത്ത് മാറിയിരിക്കുകയാണ്, അത് ആരോ വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും മാസ്റ്റർ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞ് മാസ്റ്റർ വന്നിട്ട് പിന്നെ ഒരു നിലവിളിയാണ് കേൾക്കണത്. കാരണം ഈ ടയർ ഒറിജിനലിനേക്കാൾ വെയിറ്റ് കൂടുതൽ ഡമ്മി. പിന്നെ പിറ്റോസ് മാറ്റിയിട്ട് പിറ്റോസ് അത് വേറെ ഷൂട്ട് ചെയ്തു. അങ്ങനെയൊക്കെ ചെറിയ ഒരു സംഭവങ്ങളൊക്കെ. ഇതുപോലെ ആക്ഷൻ സീനിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു തേള് കുത്തിയ ഒരു കഥയും ഞാൻ കേട്ടിട്ടുണ്ട്, താങ്കളുടെ ഒരു അസോസിയേറ്റിന്റെ കാര്യം. അതെന്തായിരുന്നു? എനിക്കൊന്ന് അതും ഈ പാളയത്തിന്റെ സൈഡിലാണ്. അവിടെ ഒരു സ്ഥലത്ത് ഈ ആൾക്കാർ പറഞ്ഞു നൈറ്റ് ഷൂട്ടിംഗ് ആണ്. അപ്പോൾ ഏറ്റവും രസം ഭയങ്കര തണുപ്പാണ്, പിരിമേഡ് കാര്യങ്ങളാണ്. അപ്പോഴത്തേക്ക് അവിടെ ഈ ചട്ടിയൊക്കെ പോയിക്കണം. അന്ന് ഈ ചട്ടിയുടെ സിസ്റ്റമൊക്കെ ഉണ്ട് ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ഈ ചട്ടിയിൽ ഇങ്ങനെ കുന്തിരിക്ക ഇട്ടിട്ട് അങ്ങനെ ഒരു സാധനമുണ്ട്. ഇപ്പോൾ സ്മോക്കിംഗ് മിഷൻ ഉള്ളതുകൊണ്ട് കുറച്ചുകൂടി ഈസിയാണ്, റിമോട്ടിലാണ് വർക്ക് ചെയ്യാം. അപ്പോൾ അന്ന് ഈ ചട്ടിയിൽ കുറേ കനലൊക്കെ ഇട്ട് വയ്ക്കും. 2 ചട്ടി കൂടുതൽ പറയും, കാരണം ഡയറക്ടർ ഇരിക്കുന്നതിൻ്റെ അപ്പുറം ഇപ്പുറം കൊണ്ടുവയ്ക്കും. ഭയങ്കര തണുപ്പാണ്. ഇത് നമുക്ക് രാത്രി 12 മണിയൊക്കെയാണ് ഷൂട്ടിങ്. ഈ സമയത്ത് ഒരു ഏരിയയിൽ പോരുന്ന ഒരു പ്രത്യേകം പറഞ്ഞു, അവിടെ മുഴുവൻ തേളുള്ളതാണ്, അവർ മതിൽക്കെട്ടിന് അപ്പുറത്താണ്, അപ്പോൾ അങ്ങോട്ട് പോകില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് കംപ്ലീറ്റ് ജനറേറ്റർ അങ്ങ് ഓഫായിപ്പോയി. അപ്പുറത്ത് ഒരാൾ നിൽക്കുകയായിരുന്നു, ഒരു നിലവിളി മാത്രം കേൾക്കാം. ചെന്ന് നോക്കിയപ്പോൾ ഇയാളുടെ കാലിൽ തേള് കടിച്ചു എന്ന് പറഞ്ഞു. പെട്ടെന്ന് അവിടെയുള്ള യൂണിറ്റിലെ ആൾക്കാർ ഈ ഓലയുടെ ഇതുകൊണ്ട് പെട്ടെന്ന് കെട്ടി ഇങ്ങനെ ഒരു ഭയങ്കര വലുപ്പമുള്ള കരിന്തേള് ഇയാളെ പൊക്കി വണ്ടിയിലിട്ട് നേരെ ഹോസ്പിറ്റലിൽ പോയി. അപ്പം ഞാൻ അടുത്ത വണ്ടിയിൽ പോകാൻ നിന്നപ്പോൾ പ്രശ്നം വേണ്ട സാർ എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. 1/2 മണിക്കൂറായി, 1 മണിക്കൂറായി, 2 മണിക്കൂറായി നിൽക്കുകയാണ്. എനിക്ക് ടെൻഷൻ. അവിടെ പ്രൊഡക്ഷൻ മാനേജർ വിളിക്കുമ്പോൾ ഇപ്പോൾ വിളിക്കാം സാർ എന്ന് പറഞ്ഞിട്ട് കട്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ഷൂട്ടിംഗ് നിർത്തി വെച്ചു. ഉർവശി ഉണ്ട്, രാജംബി ദേവുണ്ട്, പിന്നെ മനോജ് കെ ജയനുണ്ട്, എല്ലാവരും ഉണ്ട്.
അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ എൻ്റെ വീണ്ടും വിളിക്കാം, നമുക്കിവിടെ ഒരു ഇതുമില്ല. അത് കഴിഞ്ഞപ്പോൾ ഇയാളുടെ ഫോൺ പറഞ്ഞു, സാർ മരിച്ചു എന്ന് പറഞ്ഞു. ഞങ്ങൾ ഞെട്ടിപ്പോയി. കാരണം എൻ്റെ കൂടെ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരിക്കുമ്പോൾ ഇയാൾ ചീഫായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്, ഈ ആർട്ടിലാൾ നാരായണൻ എന്ന് പറഞ്ഞു. എന്നെ ആദ്യം പടം തൊട്ട് ഇയാൾ എൻ്റെ കൂടെയുണ്ട്. ഞാൻ അത്രയും എന്നോട് ഇഷ്ടമാണ്. ഒരു നിലവിളി, ഞാൻ ഒയ്യോണ്ട് ഷോക്കായിപ്പോയി. സാർ മരിച്ചു. ഞാൻ മരിച്ചു, അതെ തേളി മരിച്ചു, അങ്ങേർക്ക് ഒരു കുഴപ്പമില്ലാന്ന്. അതിന് കൂളായിട്ട് നടന്നു പോന്നു. ഇത് റിയലായിട്ട് നടന്ന സംഭവമാണത്. ഇങ്ങനെ ഒരുപാട് തമാശ സംഭവങ്ങൾ ഇനി നമുക്ക് കേൾക്കാം. നമുക്കൊരു പാട്ട് കേട്ടിട്ട് തുടർന്ന് സംസാരിച്ചല്ലോ സാർ. ഏത് പാട്ട് പറയും? എനിക്ക് ഇഷ്ടമുള്ളൊരു പാട്ടുണ്ട്, ചിന്നമ്മ. പ്രിയൻ ഡയറക്ട് ചെയ്ത് മോഹൻലാൽ നായകനായിട്ട് അഭിനയിച്ച പടം ഒപ്പം എന്ന് പറഞ്ഞ്. അപ്പോൾ നമുക്ക് ആ പാട്ട് കേൾക്കാം. താങ്കൾ സിനിമയിൽ ഒരുപക്ഷെ സംവിധാന സഹായിയായിട്ടല്ല നടനായിട്ടാണ് വന്നത് എന്ന് പറഞ്ഞാൽ തെറ്റാണോ? ഇല്ല, അഭിനയിച്ചിട്ടുണ്ട്. ഓടയിൽ നിന്ന് എന്ന് പറയുന്ന സിനിമയിൽ താങ്കളുടെ സഹനടനായിട്ട് പിന്നീട് സൂപ്പർ സ്റ്റാറായി മാറുകയും ഇപ്പോൾ കേന്ദ്രമന്ത്രിയായിരിക്കുകയും ചെയ്യുന്ന ഒരാൾ കൂടി ഉണ്ടായിരുന്നു, ശ്രീ സുരേഷ് ഗോപി. അദ്ദേഹവും താങ്കളും ബാലതാരങ്ങളായിട്ട് ഓടയിൽ നിന്ന് എന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. സിനിമയിൽ തുടർന്നും താങ്കൾ വർക്ക് ചെയ്തിട്ടുണ്ട്. താങ്കളുടെ സംവിധാനത്തിൽ മാർക്കാന്റണി എന്ന് പറയുന്ന സിനിമ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പിന്നും സിനിമകൾ വന്നിട്ടുണ്ട്. സുരേഷ് ഗോപിയായിട്ടുള്ളൊരു അസോസിയേഷൻ. സുരേഷ് എന്ന് വെച്ചാൽ എൻ്റെ അമ്മയാണ് സുരേഷിനെ കുറേ കാലം പാല് കൊടുത്ത് വളർത്തിയത്. അത്രയും ബന്ധമുണ്ട് ഞങ്ങൾ തമ്മിൽ. എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടായിരുന്നു ഗോപിച്ചേട്ടൻ, സുരേഷിൻ്റെ അച്ഛൻ. എൻ്റെ അമ്മയുടെ ഫ്രണ്ടാണ് ജാനമ്മ ചേച്ചി, മീൻസ് സുരേഷിൻ്റെ അമ്മ. കൊല്ലത്തായിരുന്നു അവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. അവർ ട്രിവാൻഡ്രത്ത് വരികയും ഞങ്ങൾ അവരുടെ വീട്ടിൽ പോകും. അത്രയും ബന്ധം ചെറിയ വയസ്സ് തൊട്ടേ ഉണ്ട്. അതിനുശേഷം അച്ഛനാണ് ഈ ഓടയിൽ നിന്ന് പടം കേരള ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഗോപിച്ചേട്ടനും ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, സുരേഷിൻ്റെ അച്ഛനും ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഇതിൻ്റെ ഷൂട്ടിംഗ് കൊല്ലത്ത് വെച്ചായിരുന്നു. അങ്ങനെ 2 പയ്യന്മാരെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഇത് 2 പയ്യന്മാരായിട്ട് കൊണ്ടുപോയത് ഒന്നില്ല എന്നെയും ഒന്ന് സുരേഷ് ഗോപിയുമാണ്. 2 സുരേഷുമാരെ അവിടെ കൊണ്ടുപോയി. ഡെയിലി വന്നിട്ട് പോകണം. 4 ദിവസം 5 ദിവസം വർക്കുണ്ട്. ഈ ഇവിടെ നിന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് ആൾക്ക് 2 ദിവസമേ ഉള്ളൂ. അപ്പോൾ അച്ഛൻ പറഞ്ഞു അത് ഗോപിയുടെ മകൻ ചെയ്യട്ടെ, കാരണം അവിടെ എളുപ്പമാണല്ലോ. ഗോപിച്ചൻ്റെ വീട് അതിൻ്റെ അടുത്താണ്. അങ്ങനെ സുരേഷ് അതിനകത്തൊരു ക്യാരക്ടർ, ഞാൻ ഇപ്പുറത്തൊരു സ്കൂളിലെ പയ്യനായിട്ടും ഈ പപ്പുവിൻ്റെ അവിടെ ഒക്കെ പഠിക്കണേ, മീൻസ് ഈ സത്യമാസ്റ്റർ ചെറുപ്രായം ആ പയ്യനോട് പഠിക്കണ ഒരു പയ്യനായിട്ടും ഞങ്ങൾ അങ്ങനെയാണ് അതിൽ സ്റ്റാർട്ട് ചെയ്തത്. എന്നിട്ട് ഏറ്റവും രസം KSFDCയുടെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, സിനിമ 50 വർഷം എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് 2 പേർക്ക് ഓരോ ഷീൽഡ് തന്നു. നമ്മുടെ മധുസാറുണ്ടായിരുന്നു, പുള്ളിക്കാരൻ പറഞ്ഞു 2 ബാലതാരങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 4-5 വർഷത്തിന് മുമ്പ്. അതുപോലെ മധുസാറിന്റെ കാര്യം പറഞ്ഞപ്പോഴേ സെറ്റിൽ മധുസാർ തമാശ പറയുന്നത് ബോംബിടുന്നത് പോലെയാണ് താങ്കൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതുപോലെ ഒരുപാട് നർമ്മ സന്ദർഭങ്ങൾ ഉണ്ടാക്കുന്ന ഒരാളും കൂടിയായിരുന്നല്ലോ താങ്കൾ. അസോസിയേറ്റ് ആയിരുന്ന കാലത്തും പിന്നീടും താങ്കൾ മധുസാറുമായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. മധുസാറിനെ കുറിച്ച് മധുസാറിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഒത്തിരി പറയാനുണ്ട്. കാരണം ഇപ്പോഴും ഞാൻ 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ സാറിനെ ഫോൺ ചെയ്യും. കാരണം വിളിച്ചില്ലെങ്കിൽ പിന്നെ അടുത്ത ആഴ്ച പരാതിയാണ്. ഇല്ലെങ്കിൽ എൻ്റെ അനിയനെയും വിളിച്ചിട്ട് സാറ് പരാതി പറയും. അത്രയും ബന്ധമാണ്. അപ്പോൾ സാർ എൻ്റെ ഒരു ഗുരുവും കൂടെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ സിനിമ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തു. അതിന് പിന്നെ എനിക്ക് ഒരു സമയത്ത് അത് ഉമാ സ്റ്റുഡിയോയിൽ വേണമെങ്കിൽ എന്നെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാൻ ഒരു ഓഫർ വെച്ചു. പക്ഷെ അന്ന് ഞാൻ വേറെ രീതിയിൽ തിരക്കായി. അങ്ങനെ ഒരു നന്ദിയും കൂടെ എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ട്. പിന്നെ അദ്ദേഹം എൻ്റെ സെറ്റ് വന്നാൽ അദ്ദേഹം ഭയങ്കര കംഫർട്ടാണ്. സുരേഷ് ഗോപിയുമായിട്ട് രണ്ടാമത് വർക്ക് ചെയ്ത സിനിമ എനിക്ക് തോന്നുന്നു കന്യാകുമാരി എക്സ്പ്രസ് ആണെന്ന് തോന്നുന്നു. അല്ല, ശംഖുനാഥം എന്ന പടത്തിൽ ശംഖുനാഥം ചെയ്തു. ശംഖുനാഥം ചെയ്തിട്ട് പിന്നെ ചെയ്തത് ഞാൻ പിന്നെ ചെയ്തത് കോട്ടയം കുഞ്ഞച്ചനായിരുന്നു. കുഞ്ഞച്ചൻ്റെ ക്യാരക്ടർ ഉണ്ടായിരുന്നു, പക്ഷെ അത് സുരേഷിന് കൊള്ളത്തില്ല. കൂടിക്കാഴ്ചയിൽ ഒരു ക്യാരക്ടർ ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ സൂവേട്ടൻ്റെ ഒരു സജഷൻ വരുന്നു. പിന്നെ കോട്ടയം കുഞ്ഞച്ചനോടുകൂടി സൂവേട്ടൻ ഞാനായിട്ട് നല്ല ഒരു ടൈപ്പായി. അപ്പോൾ സൂവേട്ടൻ ഒരു ക്യാരക്ടർ കൊടുക്കണമെന്നായി. പിന്നെ ഒരു കരാട്ടക്കാരനാണ്. അപ്പോൾ എന്തായാലും സുരേഷിനെ പിടിച്ച് കരാട്ടക്കാരനാവാൻ പറ്റത്തില്ല. പിന്നെ ഈ 4 ഹീറോസിൽ ഒരാളെന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ അത് വേണ്ടാന്ന് വെച്ചിട്ടാണ്. പിന്നെ ഞങ്ങൾ തമ്മിൽ ചെയ്ത പടം എന്ന് പറഞ്ഞാൽ മാർക്ക് ആന്റണിയാണ്. പിന്നെ കന്യാകുമാരി എക്സ്പ്രസ് പ്ലാൻ ചെയ്തു. ഈ സുരേഷ് വെച്ച ഒരു സാധനം ഇങ്ങനെ വർക്കൗട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് പ്ലാൻ ചെയ്താണ്. പക്ഷെ നമുക്ക് ഈ ഒരു കോസ്റ്റിന്റെ കാര്യമൊക്കെ വന്നിട്ട് ചില സാധനങ്ങൾ വരുമ്പോഴാണ് ചിലപ്പോൾ പ്രോജക്റ്റ് മാറിപ്പോകുന്നത്. നമുക്ക് അദ്ദേഹത്തിന്റെ ഒരു പാട്ട് കേട്ടാലോ? തീർച്ചയായിട്ടും. സുരേഷ് ഗോപിയുടെ കുറേ പാട്ടുകൾ എനിക്കിഷ്ടമാണ്. സുരേഷിന് പാട്ടുമായിട്ടൊരു ബന്ധമുണ്ട്. ഒരു പ്രത്യേക രീതിയിലുള്ള സ്റ്റെപ്സും അദ്ദേഹം ഇടും. ഞാൻ എൻ്റെ കന്യാകുമാരി എക്സ്പ്രസ്സിൽ 2 പാട്ട് അദ്ദേഹത്തിനെ കൊണ്ട് പാടിച്ചിട്ടുണ്ട്. എന്നാലും സുരേഷിന്റെ എനിക്കൊരു പെട്ടെന്നൊരു ചോയ്സ് എനിക്ക് തോന്നുന്നത് ഡ്രീംസിലെ പാട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. കഴിഞ്ഞ വർഷമാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം താങ്കൾ വീണ്ടും സിനിമ ചെയ്യുന്നത്. DNA എന്ന് പറയുന്ന സിനിമ. അത് വീണ്ടും ത്രില്ലറാണ്, ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ. അതിന്റെ പ്രൊമോഷൻ തന്നെ താങ്കൾ പറയുന്നുണ്ട് ഇത് എൻ്റെ ജോണറിലുള്ളൊരു സിനിമയല്ല, ഞാൻ എന്നെ അപ്ഗ്രേഡ് ചെയ്യുന്നൊരു സിനിമയാണ്. അങ്ങനെ ഒരു ഗ്യാപ്പ് എടുത്തതുകൊണ്ടാണോ അങ്ങനെ ഒരു തോട്ട്? അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഗ്യാപ്പ് വന്നതല്ല, അത് വന്നു പോയതാണ്. ഞാൻ റാഫി മക്കാട്ടിനായിട്ട് ഒരു പടത്തിന്റെ സ്ക്രിപ്റ്റിൻ്റെ ഇരുന്നു, നടന്നില്ല. വിനു കിരീത് രാജങ്കിരിയായിട്ടായിട്ടിരുന്നു, നടന്നില്ല. ഡെന്നിസ് ജോസഫ് ആയിട്ടിരുന്നു, നടന്നില്ല. ഡെന്നിസ് ജോസഫ്, ദാമോദരൻ മാസ്റ്റർ, രഞ്ജി പണിക്കർ, ഇവർ 3 പേരും ചേർന്ന ഒരു പടത്തിന്റെ ഡിസ്കഷൻ ഇരുന്നു, അത് നടന്നില്ല. വേറെ 2 റൈറ്റേഴ്സ് ആയിട്ടിരുന്നു, അത് നടന്നില്ല. അങ്ങോട്ട് വർക്കൗട്ട് ആവുന്നില്ല. അതിനുശേഷം ഉദയൻ സിബി ആയിട്ടൊരു ഏതാണ്ട് ഒരു ഇരിക്കണം എന്നുള്ള രീതിയിൽ വന്നു.
പക്ഷെ നല്ല ഗ്യാപ്പുകൾ വന്നുകൊണ്ടിരുന്നു. അങ്ങനെ എന്തോ എനിക്ക് അങ്ങോട്ടൊരു ശരിയാവുന്നില്ല എന്തോ കാര്യങ്ങളെന്നുള്ള. ഇപ്പം നമുക്ക് എപ്പോഴും കോട്ടയം കുഞ്ഞച്ചൻ പാർട്ട് 2 പറയും. കുഞ്ഞച്ചൻ പാർട്ട് 2 ചെയ്യാൻ ഒരു ചെറിയൊരു ഇത്, കാരണം കുഞ്ഞച്ചനെ വെച്ചിട്ട് തന്നെ ഞാൻ കൂടിക്കാഴ്ച ചെയ്തു, ഉപ്പുകണ്ടം ചെയ്തു, മാർക്കാരണി ചെയ്തു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തെ എനിക്കെല്ലാം അറിയാം, ഇതിനൊക്കെ ഞാൻ വിറ്റു, കംപ്ലീറ്റ് കഴിഞ്ഞു. അപ്പോൾ ഇതെന്ത് എന്നുള്ള രീതിയിൽ വന്ന സമയത്ത് ഒരു ഗ്യാപ്പ് വീണു. ആ സമയത്തൊക്കെ ഞാൻ സബ്ജക്റ്റുകൾ നോക്കുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് വളരെ യാദൃശ്യമായിട്ട് ഈ പറഞ്ഞ DNA ആ ഒരു സെറ്റപ്പ് വരുന്നത്. ആക്ച്വലി DNA അല്ല, IPS എന്നൊരു സബ്ജക്റ്റാണ് പ്ലാൻ ചെയ്തത്. അസ്കർ സൗദാനാണ് ഈ പ്രൊഡ്യൂസർ സെറ്റപ്പായിട്ട് വന്നത്. ഞാൻ അദ്ദേഹത്തിനോട് ഒറ്റ കാര്യം പറഞ്ഞോളൂ, എനിക്ക് വൃത്തിയായിട്ട് ഷൂട്ട് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ പടം ഞാൻ വർക്കൗട്ട് ചെയ്യാം. അഡ്ജസ്റ്റ്മെന്റ് ആണ്, ചെയ്തിട്ട് കാര്യമില്ല, നിങ്ങൾക്കും കാര്യമില്ല, എനിക്കും കാര്യമില്ല. ബെൻസി പ്രൊഡക്ഷൻസ് എന്നാണ് അവരുടെ പ്രൊഡക്ഷൻ കമ്പനിയുടെ പേര്. അങ്ങനെയാണ് ഇത് വരികയും ഒരു പോലീസ് സബ്ജക്റ്റ് ആയിരുന്നു അവർക്ക് ആഗ്രഹം. ഞാനൊരു 3-4 റൈറ്റേഴ്സായിട്ട് വിളിച്ച് സംസാരിച്ചു, ഒരു പോലീസ് സബ്ജക്റ്റ് വേണം. പക്ഷെ അതൊന്നും അങ്ങോട്ട് പോലീസ് സബ്ജക്റ്റ് ആയില്ല. അപ്പോൾ ഇവരുടെ ഒരു പടത്തിന്റെ ഒരു കറക്ഷൻ ഉണ്ടായിരുന്നു. ഒരു പടം ഇവർ ചെയ്തു വെച്ചത് ഒന്ന് ബെറ്റർ ആക്കണമായിരുന്നു. എന്നാൽ ശരി, എന്നാൽ ആദ്യം അതിനുവേണ്ടി ഇരിക്കാം, അടുത്ത ഒരു സബ്ജക്റ്റ് IPS പേര് മാത്രം ഇട്ടു. അതിന് സുരേഷ് ഗോപിയൊക്കെ ചെയ്യുന്ന പാറ്റേണിൽ അപ്പോൾ അതിനെ കൊണ്ട് ചെയ്യിക്കണം എന്നുള്ള ഒരു രീതി. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇത് ഒരു സെപ്പറേറ്റ് ഇൻഡിപെൻഡൻറ്റ് പടമാക്കാമെന്ന് പേര് വന്ന്. ഇങ്ങനെ DNA അങ്ങനെയാണ് ഇത് ഇൻഡിപെൻഡൻ്റ് ആക്കി. ആക്ച്വൽ പ്രോജക്റ്റ് അതല്ല, IPS ആണ്. അപ്പോൾ ഇത് ബാക്കി ഇതിൻ്റെ 1-2 കാര്യങ്ങളോട് വർക്കൗട്ട് ആയി കഴിഞ്ഞാൽ IPSലേക്ക് പോകണം എന്നുണ്ട്. അതിൻ്റെ സബ്ജക്റ്റും കാര്യങ്ങളൊക്കെ പക്കയാണ്. നല്ല ഭയങ്കര ത്രില്ലായിട്ടുള്ളൊരു സബ്ജക്റ്റ് കിട്ടിയിട്ടുണ്ട്. അതൊരു പുതിയ റൈറ്റർ സെറ്റപ്പാണ്, അവരെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇതിൽ നായകൻ റേഡിയോ ജോക്കിയും കൂടിയാണ് എന്ന് മാത്രമല്ല ലക്ഷ്മി റായി അതിനകത്ത് പോലീസ് ക്യാരക്ടറായിട്ട് വരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ആലോചനകളൊക്കെ എങ്ങനെയാണ്? അതായത് ഈ സിനിമയിൽ വളരെ കുറച്ച് വന്നിട്ടുള്ള ക്യാരക്ടറാണ് റേഡിയോ ജോക്കി എന്നൊക്കെ പറഞ്ഞാൽ. പിന്നെ ഒരു വിഷ്വലും നന്നായിരിക്കും. ഒരു സ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് അങ്ങനെ ഒരു റേഡിയോ സ്റ്റേഷൻ കാണത്തില്ല എൻ്റെ DNA ആ രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, കമ്പ്യൂട്ടറും മറ്റു കാര്യങ്ങളെല്ലാം വെച്ചിട്ട്. അപ്പം അങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്ത് പോയാണ്. ലക്ഷ്മി റോയുടെ വരാൻ കാരണം എന്ന് വെച്ചാൽ എന്തായാലും നമ്മുടെ ഹീറോ വരുമ്പോൾ ഹീറോ വിൻ ചെയ്ത് നിൽക്കണം. അയാളുടെ മുകളിൽ പോകുന്നൊരു വേറൊരു ഹീറോ വന്നാൽ ഈ ക്യാരക്ടർ അങ്ങ് അടിപെടും. എനിക്ക് സന്തോഷമായിരുന്നു. സന്തോഷിനെ പറഞ്ഞ് സുരേഷ് ഗോപിയാണ് നമ്മൾ ചെയ്യണത് എന്ന് പറഞ്ഞ് സുരേഷിന് വേണ്ടിയിട്ട് ആണ് ഈ ക്യാരക്ടർ വർക്കൗട്ട് ചെയ്തെടുത്തത്. കറക്റ്റ് ആയിരുന്നാലും ഈ ലാസ്റ്റ് ഫൈനൽ ഈ ഹീറോയെ പിടിക്കാൻ പറ്റത്തില്ല, കാരണം ഹീറോ അതിന്റെ മേളിൽ ചാടും. അതുകൊണ്ട് സുരേഷിനൊക്കെ ചെയ്യുന്ന പറയണത് നമുക്ക് മോശമാണത്. എന്നിട്ട് ഞാൻ നേരെ ഉൾട്ടാ ചെയ്യാൻ പറഞ്ഞു, ഇതിനെ പെണ്ണാക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ ലക്ഷ്മി റോയ്ക്ക് അത് കൊടുത്തത്. അവർ നന്നായിട്ട് ചെയ്തായിരുന്നു. വളരെ ശ്രദ്ധ നേടിയ ഒരു ചിത്രം കൂടിയായിരുന്നു. 2 പാട്ടുകളാണ്, ഒരു ഐറ്റം സോങ്ങും പിന്നെ ശരത് അദ്ദേഹം മ്യൂസിക് ചെയ്ത ഒരു പാട്ടൊക്കെ. എൻ്റെ ഒരു പാട്ട് എഴുതിക്കുന്നത് നമ്മുടെ സുഗന്യയാണ്, ആർട്ടിസ്റ്റ് സുഗന്യയാണ്. അവർ ഞാനായിട്ട് നല്ല ഫ്രണ്ടാണ്. ഇടയ്ക്ക് എന്നെ വിളിച്ച സമയത്തും വളരെ യാദൃശ്യമായിട്ട് കുറച്ച് മുമ്പ് സാർ ഞാൻ ഇങ്ങനെ കുറച്ച് പാട്ട് എഴുതിയിട്ടുണ്ട്, മ്യൂസിക് ചെയ്തിട്ടുണ്ട്, ചുമ്മാ ഒന്ന് കേട്ട് നോക്കണം, നന്നായിട്ട് പാടുവര്. അപ്പോൾ ഇത് കിട്ടപ്പോൾ ഞാൻ നന്നായിരിക്കണം, ലൈൻസ് എല്ലാം തമിഴിലാണ് എഴുതിയത്. ഞാൻ വിളിച്ചു പറഞ്ഞു നന്നായിരിക്കണമെന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടവർക്ക്. അപ്പോഴാണ് എനിക്കിവിടെ തമിഴ് പാട്ട് വേണം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ നേരെ സോനിയെ വിളിച്ചത്, സോനിയ ഒരു തമിഴ് പാട്ട് എന്നാണ്. ഒരു സാർ ഞാൻ നന്നായിരിക്കുമോ, ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അവർ പറഞ്ഞു ഞാൻ എഴുതി തരാം, എന്തെങ്കിലും മോശമാണ് സാറിന് തോന്നിയാൽ അപ്പോൾ അത് കീറിക്കളഞ്ഞേക്കുന്നത്. അങ്ങനെയാണ് ശരത്തായിട്ട് കോൺടാക്ട് ചെയ്ത് ഇവർ തമ്മിലിരുന്ന് അവർ നന്നായി ഹാർഡ് വർക്ക് ചെയ്ത് സൂപ്പർ പാട്ടായിരുന്നു അത്. അതെ, അടുത്തൊരു പാട്ടിന് സമയമായി. DNA പാട്ട് വെച്ചാലോ സർ? തീർച്ചയായിട്ടും. താങ്കളുടെ മിക്കവാറും എല്ലാ സിനിമകളും മൾട്ടി സ്റ്റാററാണ്. തുടക്കത്തിലെ സിനിമ മുതലേ തന്നെ മൾട്ടി സ്റ്റാററാണ്. അത് താങ്കൾക്ക് എപ്പോഴെങ്കിലും ഒരു ടെൻഷൻ തന്നിട്ടുണ്ടോ? ഇല്ല, കാരണം ഇതിനകത്ത് എല്ലാവരും നമ്മളായിട്ട് നേരത്തെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്ന സമയത്ത്, അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്ന സമയത്ത് വർക്ക് ചെയ്ത നമ്മുടെ അത്ര അടുപ്പമുള്ള ആൾക്കാരാണ്. ഇതിനകത്ത് ഏറ്റവും ടോപ്പ് എന്നുള്ളത് മൗസാറാണ്. അദ്ദേഹമാണ് ഉള്ളതിൽ കൊമ്പൻ എന്ന് പറഞ്ഞത്. മറ്റേത് മമ്മൂക്ക കൂടെ വർക്ക് ചെയ്തിട്ടുള്ളത്, മോഹൻലാൽ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളത്, ശങ്കർ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളത്, സുരേഷ് ഗോപി വളരെ അടുത്ത ബന്ധം, ബാബുവാനി ഭയങ്കര അടുത്ത ബന്ധം. അപ്പോൾ അതിനകത്ത് എനിക്കൊരു ടെൻഷനും വരില്ല. ഇവരെല്ലാവരോടും നിർത്തി ഷൂട്ട് ചെയ്താലും എനിക്കൊരു ടെൻഷൻ വരത്തില്ല. കാരണം അവർക്ക് നമ്മളോട് ഒരു സോഫ്റ്റ് കോർണർ, നമ്മളോട് ഒരു ഇഷ്ടമുണ്ട്. അപ്പോൾ എൻ്റെ പടം നന്നാവണം എന്നുള്ള രീതിയിലുള്ള ഇപ്പോൾ ലേഡി ആർട്ടിസ്റ്റുകൾ അങ്ങനെ തന്നെ, വിദ്യാമ്മയായാലും ശരി, ആരായാലും ശരി, എല്ലാവരും ഇന്നത്തെ തമിഴിലെ കണ്ടമാനം നായികമാർ എൻ്റെ പടത്തിൽ നായികമാരായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എനിക്കത് ഭയങ്കര കംഫർട്ടാണ്. എനിക്ക് എന്നെ സംബന്ധിച്ചോളം 1000 ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിൽ എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. താങ്കളുടെ പേര് പറയുമ്പോൾ ഇത്രയും ആക്ഷൻ സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സിനിമകൾ ചെയ്തിട്ടുള്ളതുകൊണ്ടാണോ എന്നറിയത്തില്ല, ബാബു ആന്റണി വെച്ച് താങ്കളുടെ ഒരു സിനിമ ചെയ്യണമെന്ന് താങ്കളുടെ ഇന്റർവ്യൂവിൻ്റെയൊക്കെ അടിയിൽ യൂട്യൂബിൽ സ്ഥിരമായി ആൾക്കാർ എഴുതി കാണാറുണ്ട്. നിങ്ങൾ ഒരുമിച്ച് ഉള്ള പടങ്ങൾ ഇനി അങ്ങനെ ഒരു സാധ്യത ഉണ്ടോ? ബാബു ആന്റണി എനിക്ക് ഭയങ്കര കംഫർട്ടായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ എന്ന് പറഞ്ഞാൽ ചില ആൾക്ക് ഒരു നിയോഗമുണ്ട്, ഇന്ന ആളാകണം എന്ന് പറഞ്ഞു. ഇപ്പോൾ കോട്ടയം കൊച്ചിലൊരു ആൻറ്റി ക്യാരക്ടറാണ് കൊടുത്തത്. എനിക്ക് ബാബു ആന്റണിയെ പരിചയപ്പെടുത്തുന്നത് സുരേഷ് ഗോപിയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കൂടിക്കാഴ്ചയിലിരുന്നപ്പോൾ എനിക്ക് ഇതുപോലെ ഒരു മാർഷൽ ആർട്സ് ഒക്കെ ചെയ്യുന്ന ഒരാൾ വേണം. അങ്ങനെ ബാബുവിനെ കാസ്റ്റ് ചെയ്തു. ഭയങ്കര ക്ലാപ്സ് കിട്ടിയേക്കാം ആ ക്യാരക്ടർ. അത് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു പടം ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഉപ്പുകണ്ടം പ്രദേശ്, അതിൽ വൺ ഓഫ് ദ ഹീറോ ആയിട്ട് ഇട്ടു. തിയേറ്ററിൽ എഴുതിയിട്ട് നിന്ന് കൈയടിയായിരുന്നു. അതുകൊണ്ടാണ് ബാബു സ്റ്റാർ ആയത്. പിന്നെ ഞങ്ങൾക്കൊരു പടം ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഞങ്ങൾ പടം പ്ലാൻ ചെയ്യുന്ന ബാബുവിന് ഒരു 10 പടം ബുക്കിംഗ് ഉണ്ട്. എനിക്ക് ആവശ്യത്തിലുള്ള പ്രഷർ ഇവിടെയുണ്ട്. പിന്നെ ബാബുവിൻ്റെ ഈ എമൗണ്ടും അങ്ങ് കയറി. കാരണം ബാബുവിന് കൂടുതൽ എമൗണ്ട് കൊടുത്ത് ഫിക്സ് ചെയ്യാൻ ആൾക്കാർ വന്നു.
നമുക്ക് ഇപ്പുറത്തെ റൂട്ടിൽ കൂടെ അങ്ങോട്ട് പോകേണ്ടി വന്നു, വേറൊരു ലൈൻ പിടിച്ച് നമ്മളും പോകേണ്ടി വന്നു. പിന്നെ മമ്മൂക്കയുടെ ഡേറ്റ്സ് ഉണ്ട്, ആ ലൈനിൽ നമ്മൾ അങ്ങനെ പോയി. ഇല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ കൂടുതൽ പടം ചെയ്തേനെ, കുറച്ചും കൂടെ വ്യത്യാസമായി ചെയ്തേനെ. പിന്നെ ഞാനും ബാബുവായിട്ട് പടം പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ പ്രോപ്പറായിട്ട് അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ സെറ്റപ്പ് വരണം. കാരണം ഇനിയിപ്പോൾ ചെയ്താൽ ആളുകൾ ഞെട്ടണം, അല്ലാതെ ഒരു പടം ചെയ്തിട്ട് വലിയ പ്രതീക്ഷയാണ് നിങ്ങൾ രണ്ടുപേരും ഒരുമിക്കുന്നു എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. പക്ഷെ അത് ചെയ്താൽ അത്രയും ഹെവി ആയിട്ടും അത്രയും കോസ്റ്റ്ലി മീൻസ് ആക്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കിടിലിന് ആക്ഷൻ ആയിരിക്കണം. കാരണം ടൈമും നോക്കി തന്നെ ചെയ്യണം. സബ്ജക്റ്റൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു പ്രൊഡക്ഷൻ ടീം വന്നു കഴിഞ്ഞാലേ നമുക്കിനി അങ്ങനൊരു പ്രോജക്റ്റ് ആലോചിക്കാൻ പറ്റുള്ളൂ. പക്ഷേ എൻ്റെ മക്ക് പടങ്ങളിൽ ഇപ്പോൾ DNA ചെയ്തു, അദ്ദേഹം ഉണ്ടായിരുന്നു. കന്യാകുമാരി എക്സ്പ്രസ് ചെയ്തു, അദ്ദേഹം ഉണ്ടായിരുന്നു. എല്ലാത്തിനും അദ്ദേഹത്തിൻ്റെ ഒരു പാർട്ടിസിപ്പേഷനുണ്ട്. അത് ഞങ്ങൾ തമ്മിലുള്ള മാനസികമാണ്. പുള്ളിയും ഞാൻ, ജഗദീഷ്, ഇങ്ങനെ കുറച്ച് പേരായിട്ട് നല്ലൊരു എന്തും പറയാം, എന്തും വിളിക്കാന്നുള്ള ഒരു സ്നേഹമുണ്ട്. ഇത്രയും ആക്ഷൻസും ഫൈറ്റ്സും ഉള്ളപ്പോഴും താങ്കളുടെ സിനിമയിലെ കാതൽ കുടുംബ ബന്ധങ്ങളാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരുപക്ഷെ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെയാണ് അത് കമേഴ്ഷ്യലി ഫാമിലികളിൽ എത്തുന്നതും ഹിറ്റായിരിക്കുന്ന ആൾക്കാർ വെൽ റിസീവ് ചെയ്യുന്നതും. അത്തരത്തിലുള്ള സബ്ജക്റ്റുകൾ തിരഞ്ഞെടുക്കുന്നതിൽ അങ്ങനെ മനഃപൂർവ്വമായി ശ്രമിക്കാറുണ്ടോ? അത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. ഇപ്പം നമ്മളൊക്കെ സബ്ജക്റ്റ് പറഞ്ഞ് കുറേ സബ്ജക്റ്റ് കേൾക്കുമല്ലോ. എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നത് ചിലപ്പോൾ ഇങ്ങനെയുള്ള സബ്ജക്ട്സ് ആയിരിക്കും. ചിലപ്പോൾ അതിനേക്കാൾ നല്ല സബ്ജക്റ്റ് ആയിരിക്കും പുള്ളിക്കാരൻ വന്ന് പറയുന്നത്. പക്ഷെ അത് നമ്മുടെ നിലയ്ക്ക് കയറത്തില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു പാറ്റേൺ എന്ന് പറയും. ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നല്ല സബ്ജക്റ്റ് നമ്മൾ പിടിച്ചിട്ട് വേറെ രീതിയിൽ ട്വിസ്റ്റ് ചെയ്യും. പിന്നെ ടേക്കിംഗ് സൈഡ് ഒരു കൂടുതൽ ഇങ്ങനെയുള്ള പടങ്ങൾ, ഈ സിറ്റി ആക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ കൂടുതൽ നമുക്ക് മെച്ചപ്പെടുത്താൻ പറ്റും. അപ്പോൾ ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് വരുമ്പോൾ നല്ല ടെക്നീഷ്യനാണ് വരുത്തണമെങ്കിൽ നമ്മൾ അങ്ങനെ വെരട്ടി ഷോട്ട്സുകളും ഇങ്ങനെയുള്ള പടങ്ങളിൽ അത് ചെയ്യാൻ പറ്റുള്ളൂ. ഫാമിലി ഡ്രാമയിൽ ഒരു പരിധിയുണ്ട്. ഇങ്ങനെ ടേക്കിംഗ് സൈഡായാലും ശരി, ഒരു വിഷ്വൽ സൈഡായാലും ശരി, ഒരു പരിധിയുണ്ട്. ആക്ഷൻ ഇങ്ങനത്തെ ടൈപ്പ് സബ്ജക്റ്റ്, ക്രൈം, ത്രില്ലർ, മർഡർ ഇൻവെസ്റ്റിഗേഷൻ എന്നൊക്കെ പറയുമ്പോൾ അത് വേറൊരു രീതിയിൽ വരട്ടാം. അതുകൊണ്ടാണ് ഞാൻ മനഃപൂർവ്വം തന്നെ അങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ വിട്ടത്. അരനൂറ്റാണ്ടാണ് താങ്കൾ മലയാളം ഇൻഡസ്ട്രിയിൽ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ കാലത്ത് വന്നു, അത് കളറായി, സിനിമ പല പല ഫോർമാറ്റുകൾ മാറി ഡിജിറ്റലായി നിൽക്കുന്നൊരു കാലത്തും താങ്കൾ സിനിമ എടുത്തിട്ട് നിൽക്കുന്നു. ആ മാറ്റങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? അതായത് ഇതിൻ്റെ തുടക്കം ഞാൻ പറയാം, മെയിൻലാൻഡിലായിരുന്നു. മെയിൻലാൻഡിൽ ഞാൻ പുരാണ പടങ്ങൾ ഒത്തിരി വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ മേട്ടി ഷോട്ട്സ് എന്ന് പറഞ്ഞിട്ട് ഈ ഗ്ലാസ് ഡ്രോയിങ് വെച്ചിട്ട് കൈലാസമൊക്കെ ഉണ്ടാക്കും. സെറ്റ് ചെറുതായിരിക്കും. അതാണ് അവിടെ നിന്ന് തുടങ്ങിയതാണ്. അവിടെ മിച്ചൽ ക്യാമറ യൂസ് ചെയ്തിട്ട് ട്രിക് ഷോട്ട്സ് എടുക്കും. ഈ പാത്രം ഓടി പോവുക, മറ്റേ ഒരാൾ പ്രത്യക്ഷപ്പെടുക, അപ്രത്യക്ഷമാകുക, ഇതൊക്കെ അന്ന് മിച്ചലിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. അവിടെ നിന്ന് നമ്മൾ സാധാരണ, എനിക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വർക്ക് ചെയ്യാനുള്ള ഇത് കിട്ടിയില്ല. ഞാൻ ചെന്നോട്ട് കളറാണ്. അങ്ങനെ എല്ലാ ടൈപ്പ് ക്യാമറയിലും എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. മാസ്ക് ചെയ്ത് വർക്ക്, കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്ത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ആരിഫ്ലെക്സിലേക്ക് പോയി, അങ്ങനെ മാറി മാറി വന്നു. നമുക്ക് പിന്നെ ഒരു ഗുണം കിട്ടിയത്, നമ്മളിപ്പോൾ ഈ സീരിയൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് പുതിയ ടെക്നിക്കൽ യൂസ് ചെയ്യാൻ പറ്റി. ഇതൊക്കെ പിന്നെ യൂസ് ചെയ്ത് ഈ പ്രയോജനപ്പെട്ടത് നമ്മൾ സിനിമയിൽ വന്നതിന് ശേഷം, സീരിയലിൽ വന്നതിന് ശേഷം നമുക്ക് ഈ അവിടെ വർക്ക് ചെയ്ത മേട്ടി ഷോട്ടിൻ്റെ വേറൊരു രീതി ഇവിടെ വന്നു. അതിൻ്റെ അഡ്വാൻസ് രീതി, ഗ്രീൻ മാറ്റ് കാര്യങ്ങൾ ഒക്കെ വന്നു. അപ്പോൾ അതെനിക്ക് ഭയങ്കര കംഫർട്ടായി, എനിക്ക് എളുപ്പമാണ്. അതിപ്പോൾ ഈ ഗ്ലാസ് മാറ്റിയിട്ട് ഗ്രീൻ മാറ്റ് കയറ്റി കഴിഞ്ഞാൽ അതായി. വിഷ്വൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മനസ്സിലുണ്ട്. അത് പിന്നെ അത് ഞാൻ ഡിജിറ്റലിൽ വന്നപ്പോഴത്തേക്കും നമുക്കത് വളരെ എളുപ്പമാണ്. അതുകൊണ്ട് എനിക്ക് അന്ന് ചെയ്തത്, അന്ന് ഇത് ആവശ്യം വരുമോ പിന്നെ എന്ന്, കാരണം വർഷങ്ങളായിട്ട് നമുക്കത് ആവശ്യം വന്നില്ല. പക്ഷെ അത് പിന്നെ ഭാവിയിൽ വന്നപ്പോൾ നമുക്കതൊരു ഒത്തിരി ഗുണം ചെയ്തു. അതുപോലെ ഞാൻ വെറുതെ ഒരു തമാശയ്ക്ക് വേണ്ടി സ്റ്റാലിൻ സുഭാഷ് എന്ന പടം, അത് നമ്മൾ ഡിജിറ്റൽ ചെയ്ത ആ പടം. അന്ന് ഈ ഡിജിറ്റൽ സ്റ്റുഡിയോ വരുന്നില്ല. ഈ TV-യുടെ മുമ്പിൽ ഇരുന്നിട്ട് ഈ പറഞ്ഞ പോലെ ഡബ് ചെയ്യണം. നമുക്കൊക്കെ TV-യുടെ മുമ്പിൽ ഇരുന്നാണ് ഡബ് ചെയ്ത്. ഫിലിമിലേക്ക് ഷൂട്ട് ചെയ്തിട്ട് അത് ഡിജിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഡിജിറ്റലിൽ ഫുൾ ഡബ് ചെയ്ത് റീ റെക്കോർഡ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് ഫൈനൽ തിരിച്ച് എഡിറ്റിങ്ങിൽ കൊണ്ടുവരും, തിരിച്ച് റിവേഴ്സ്. അപ്പോൾ അങ്ങനൊരു സാധനം ആദ്യം ചെയ്തു. പിന്നെ എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് ഡിജിറ്റൽ ഫിലിം കൊമേഴ്ഷ്യൽ പടം ചെയ്ത് ഞാനാണ്. ഉപ്പുകണ്ടം പ്രദേശ് ബാക്കിംഗ് ആക്ഷൻ. അത് ഒരു ഡിജിറ്റൽ പുതിയ ടൈപ്പ് ക്യാമറ വെച്ചിട്ട് നമ്മളത് വർക്ക് ചെയ്ത സാധനമാണ്. അതൊക്കെ പിന്നെ നമുക്ക് ഫ്യൂച്ചറിൽ, അന്ന് എത്ര പേര് എൻ്റെ ഒക്കെ ഒന്ന് പറയും ചെയ്യരുത്, നമ്മൾ ഫിലിം ഇത് മറ്റേ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് SI2K എന്ന് പറഞ്ഞ ക്യാമറയാണ്. അത് പെട്ടെന്ന് പിന്നെ അത് മാത്രമായിട്ട് മാറി. അതൊക്കെ നമ്മളൊരു അഡ്വാൻസ് പരീക്ഷണം നമ്മൾ ചെയ്തു വന്നിട്ടുണ്ട്. സിനിമ കംപ്ലീറ്റ് ഡിജിറ്റലായി നിൽക്കുന്ന ഒരു കാലത്താണ് നമുക്കൊന്നും അറിയില്ല, വെറുതെ. കാരണം ഇതൊക്കെ നമ്മൾ ചെയ്തിട്ട് വന്നതാണ്. ഞാൻ മമ്മൂക്കടൊക്കെ ഈയിടെ പറഞ്ഞത് അതാണ്, നമ്മളിതൊക്കെ ചെയ്ത് വെച്ചിട്ട് പറഞ്ഞു. ഇവിടെ ഡിജിറ്റൽ ഇപ്പോൾ പറഞ്ഞു, ഡിജിറ്റലൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു, ഗ്രാഫിക്സ് ചെയ്ത് കഴിഞ്ഞു, ഗ്രീൻ മാറ്റ് ചെയ്തു, ബ്ലൂ മാറ്റ് ചെയ്തു, സകല അഭ്യാസങ്ങളും കഴിഞ്ഞ് നിൽക്കുകയാണ്. അവിടെ എന്ത് വേണമെങ്കിലും ചെയ്യാം, ആർട്ടിസ്റ്റ് ഇല്ലാതെയും ചെയ്യാം. ഇപ്പോൾ AI-യുടെ ഒരു ഫുൾ ടീമിൻ്റെ ഒക്കെ വന്നിട്ടുണ്ട്. കംപ്ലീറ്റ് എടുത്തിട്ട് ഒരു ആർട്ടിസ്റ്റ് എനിക്ക് ഒരു 5 ദിവസമോ 7 ദിവസം ഉണ്ടെങ്കിൽ 100 ദിവസം ഷൂട്ട് ചെയ്തതിൻ്റെ എഫക്റ്റ് ഉണ്ടാക്കാം ആ ഹീറോയെ വെച്ചിട്ട്. ആ ഒരു സിസ്റ്റം ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. അപ്പം നമ്മൾ ആ രീതിയിൽ അഡ്വാൻസ് ആയിട്ട് നിൽക്കുകയാണ്. ഇപ്പോഴും താങ്കൾ എല്ലാ ടെക്നോളജി അപ്ഡേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ്. ഈ ഒരു സിനിമയോടുള്ളൊരു പാഷൻ ഉള്ളപ്പോഴും ഇടയ്ക്കെപ്പോഴോ ഞാൻ ഇനി ഒരു 2-3 വർക്കും കൂടി ചെയ്തിട്ട് ഞാൻ മതിയാക്കിയാലോ എന്ന് ആലോചിക്കുന്നു എന്നൊരു ഇൻ്റർവ്യൂ പറഞ്ഞു കേട്ടു. അത്ര പെട്ടെന്ന് സാറിന് സിനിമയെ വിടാൻ പറ്റുമോ? വിട്ടാലും സിനിമ സാറിനെ വിടുവോ? അതായത് വർഷങ്ങൾ കുറേ ആയി. ഞാൻ പറഞ്ഞില്ലേ, ചെറിയ വയസ്സ് തൊട്ട് ഇതിനകത്ത് വന്നു, സിനിമയേ ഉള്ളൂ. കാരണം ഈ സിനിമ ഈ പറഞ്ഞ പോലെ നമ്മൾ
എല്ലാ സിനിമാസും ഞാൻ കാണുന്നുണ്ട്. മാക്സിമം സിനിമ തിയേറ്ററിൽ കയറി മിക്കവാറും സെക്കൻഡ് ഷോ മാക്സിമം സിനിമ കാണും. ഇല്ലാത്തത് നമ്മൾ നെറ്റിൽ കൂടെ ഇപ്പോൾ കണ്ട് വരുന്നുണ്ട്. അന്ന് പണ്ട് CD ഒക്കെ എടുത്ത് കാണുമായിരുന്നു. ഇപ്പോൾ നമുക്ക് ഇതിലേക്ക് വരാൻ പറ്റും. മറ്റാൾ എന്ത് ചെയ്തു വെച്ചു എന്നുള്ളതൊന്നും അറിയണം. അപ്പോൾ ഇത് ഇങ്ങനെ എപ്പോഴും ഫീഡ് ചെയ്ത് നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് വരും. അതുകൊണ്ട് ഞാനൊരു 3-4 സിനിമ എന്ന് പറഞ്ഞത് ഒരു 3-4 സിനിമയുടെ സംഭവങ്ങൾ സ്വപ്നമാരി എൻ്റെ മനസ്സിലുണ്ട്. അതും എല്ലാം ഭയങ്കര വ്യത്യാസമാണ്. വ്യത്യാസം പറഞ്ഞാൽ ഇങ്ങനൊരു സിനിമയോ അല്ലെങ്കിൽ ഇങ്ങനൊരു സബ്ജക്റ്റോ എന്ന് പറയാൻ ആളുകൾ ചിന്തിക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇനി എന്താണെന്നുള്ളത് പറയാൻ പറ്റില്ല. അത്രയും മതിയാകും എന്ന് ഞാനും മനസ്സിൽ കരുതുന്നു. കാരണം അത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളതോ അല്ലെ വല്ല സീരിയൽ പ്രൊഡക്ഷനോ ഒക്കെ ആയിട്ട് നമുക്ക് നിൽക്കാമല്ലോ. ഏതെങ്കിലും ചാനലിൽ വിളിച്ചാൽ എനിക്കൊരു സീരിയൽ തരും, ആരെങ്കിലും ഈ പറഞ്ഞ ഏതെങ്കിലും ഡയറക്ടർ വെച്ച് ചെയ്തൊന്ന് ഒരു ഡിസ്കഷൻ മാത്രമേ ഇരുന്നാൽ മതി. അങ്ങനെയൊക്കെ ഒരു ആഗ്രഹം, എന്തായാലും ഒരു 3-4 പടം എന്നുള്ളത് അങ്ങനെ. എന്തായാലും അത്ര എളുപ്പത്തിൽ സാറിന് ഞങ്ങൾ വിടുമെന്ന് തോന്നുന്നില്ല. നമുക്ക് ഈ പരിപാടിയുടെ അവസാനത്തെ ഒരു പാട്ടായിട്ട് ഏത് പാട്ട് പറയും സാർ? അടുത്ത കാലത്ത് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടെന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ ഡേയ്സിലെ പാട്ടാണ്. ദുൽഖർ സൽമാൻ, ഫഹദ് ഫാസിലും നിവിൻ പോളി എല്ലാം കൂടെ വെച്ചൊരു ഗ്രൂപ്പായിട്ട് ചെയ്യുന്ന ഒരു പാട്ടുണ്ട്. ആ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. ഓക്കെ, ഒരു സെലിബ്രേഷൻ മൂഡാണ് ആ പാട്ട്. നമുക്ക് എന്തായാലും അടിപൊളിയായിട്ട് അടിച്ചു പൊളിച്ചവരുടെ കൂടെ വരാം. അപ്പോൾ ഈ പരിപാടിയുടെ അവസാനത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. ഇനി സാർ എന്തൊക്കെയാണ് ഈ 3-4 സിനിമകൾ എന്ന് ഒഴുക്കിൽ പറഞ്ഞതല്ലാതെ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ? കൃത്യമായി പ്ലാനിങ് നടക്കുന്നുണ്ട്, സ്ക്രിപ്റ്റ് വർക്ക് നടക്കുന്നുണ്ട്. എല്ലാം പുറകെ ആകും. കാരണം ഇതിനകത്ത് ഇപ്പോൾ എല്ലാം സെറ്റായിക്കൊണ്ടിരിക്കണം. വളരെ താമസിക്കാതെ തന്നെ എല്ലാ കാര്യങ്ങളും നമുക്കത് കറക്റ്റ് ഓൺ ട്രാക്ക് ആകും. എന്തായാലും വളരെ സന്തോഷം. ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചതിന് വളരെയധികം നന്ദി. ഇനി അടുത്ത സിനിമയുടെ പ്രൊമോഷനായിട്ട് വരാമെന്ന ഒരു പ്രതീക്ഷയോടുകൂടി നമുക്ക് ഇവിടെ പറയാൻ തോന്നുന്നു. തീർച്ചയായിട്ടും എനിക്ക് ഒത്തിരി സന്തോഷം. കാരണം കുറേ നാൾക്ക് ശേഷം അത്രയും ഡീറ്റെയിൽ ആയിട്ട് തുറന്ന് സംസാരിക്കാൻ പറ്റി. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം. ചലച്ചിത്ര സീരിയൽ സംവിധായകൻ TS സുരേഷ് ബാബു അതിഥിയായി പങ്കെടുത്ത ഞാൻ എൻ്റെ പ്രിയഗാനങ്ങളുടെ അവസാന ഭാഗമാണ് ഇതുവരെ കേട്ടത്. ഞാൻ എൻ്റെ പ്രിയഗാനങ്ങൾ. നിർവഹണം മനേഷ് MP. നിർവഹണ സഹായം വിഷ്ണുമോഹൻ വെള്ളനാട്.